കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 112ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർത്തിരിക്കുന്നല്ലോ. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോസ്തല പ്രവൃത്തികൾ 24ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കുവാനായിട്ടിടയായി തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 25, 26 അധ്യായങ്ങൾ ഇന്ന് ചിന്തിച്ച് തീർക്കണം എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. അടുത്ത ആഴ്ചയിൽ 27, അതിനടുത്ത ആഴ്ചയിൽ 28, അങ്ങനെ ഈ പഠനം പൂർത്തിയാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ ഇന്ന് 25, 26 അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം, ഒന്നല്ല 2 ചോദ്യമുണ്ട്. ആ 2 ചോദ്യത്തിന് ബ്രീഫായിട്ട് ഒന്ന് ആൻസർ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ്. 25, 26 അധ്യായങ്ങൾ ഇന്ന് തീർക്കാൻ പറ്റും എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. യൂട്യൂബിൽ വന്ന ഒരു ചോദ്യമായിരുന്നു, കേരളത്തിലെ ക്രിസ്ത്യാനികൾ, അതായത് ഇന്ന് നാം കണ്ടുവരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ യഹൂദന്റെ പിന്തുടർച്ചയാണെന്നും അതുകൊണ്ടാണ് അവര് അപ്പോസ്തോലിക പാരമ്പര്യം പിൻപറ്റുന്നതെന്നും ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ സുറിയാനി സഭകളും തന്നെ കാണാതെ പോയ ആ 10 ഇസ്രായേലിയ ഗോത്രത്തിന്റെ ശേഷിപ്പുകളാണെന്നും, ലോസ്റ്റ് ട്രൈബ് ഓഫ് ഇസ്രായേൽ, അതിന്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് അവര് അപ്പസ്തോലിക പാരമ്പര്യങ്ങൾ പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് കിങ്ഡം ഗോസ്പൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആപ്ലിക്കബിൾ ആണ്, ആപ്റ്റ് ആണ് എന്ന് ഒരു വാദം യൂട്യൂബിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി. രണ്ടാമത്തെ ഒരു ചോദ്യം കേട്ടത്, ദൈവം എന്താണ് ലോകത്തിൽ ഇന്ന് നടമാടുന്ന അനീതികൾ കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നത്? ദൈവം ഇല്ല എന്ന് അനേകർക്ക് പറയുവാൻ തക്കവണ്ണം ദൈവം യാതൊരു വിധത്തിലും ഇത്രമാത്രം അനേകർ ദൈവമായിട്ടിരിക്കുന്നു. അനേകര് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ദൈവം എന്താണ് പ്രതികരിക്കാത്തത് എന്ന് ചോദിക്കുന്നതായിട്ട് കാണുവാനായിട്ടിടയായി. ഈ 2 ചോദ്യങ്ങൾക്കും ബ്രീഫായിട്ട് പെട്ടെന്ന് ഒന്ന് ആൻസർ പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, കേരളത്തിൽ ഇന്ന് കാണുന്ന സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം തന്നെ ഇസ്രായേലിലെ ലോസ്റ്റ് ട്രൈബ് ഓഫ് ഇസ്രായേലിൽ നിന്ന് കാണാതെ പോയ 10 ഗോത്രങ്ങൾ 2ആയിട്ട് ഇസ്രായേലിനെ തിരിച്ചിരിക്കുകയാണ്. നോർത്തേൺ ഇസ്രായേൽ എന്നും സൗത്തേൺ ഇസ്രായേൽ എന്നും പറഞ്ഞിട്ട്. നോർത്തേൺ ഇസ്രായേലിനെയാണ് ഇസ്രായേൽ എന്ന് ആക്ച്വലി പറയുന്നത്. സൗത്തേൺ ഇസ്രായേലാണ് യഹൂദയുടെ ക്യാപിറ്റലാണ് ജെറുസലേം. നോർത്തേൺ ഇസ്രായേലിന്റെ ക്യാപിറ്റലാണ് ശമരിയ. ആ 10 പേരടങ്ങുന്ന ആ ഗോത്രം, 2 പേരടങ്ങുന്ന ഗോത്രം, ആ 10 പേരടങ്ങുന്ന ഗോത്രത്തെ അസിറിയയിലേക്ക് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ടിടയായി അസിറിയൻ രാജാക്കന്മാര്. അപ്പോൾ അവരതിനുശേഷം തിരികെ വരാനായിട്ടിടയിൽ അവരെയാണ് ലോസ്റ്റ് ട്രൈബ് ഓഫ് ഇസ്രായേൽസ് എന്നറിയപ്പെടുന്നത്. അവരെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പാർക്കുവാനായിട്ടിടയായി. അവരാണ് കേരളത്തിലെത്തിയതെന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തിയതെന്നും ഇന്ന് കാണുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ അവരുടെ ഒരു സങ്കരവർഗമാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ ഈ കിങ്ഡം ഗോസ്പൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വാക്യം സുവിശേഷമായിട്ടെടുത്ത് അവരതിനു വേണ്ടി കാത്തിരിക്കുന്നു. ഇതാണ് അവരുടെ ഒരു ആർഗ്യുമെന്റ്. അതിന് ബ്രീഫായിട്ട് ഞാനൊന്ന് മറുപടി പറയാം. അതായത്, കേരളത്തിൽ കണ്ടുവരുന്ന സുറിയാനി ക്രിസ്ത്യാനികളാകട്ടെ, ലോകത്തിൽ ഇന്ന് 300 കോടിയിലേറെ ക്രിസ്ത്യാനികളുണ്ട്. ഇവരെല്ലാവരും യഹൂദന്റെ പാരമ്പര്യക്കാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശരിക്കും ഭോഷ്കാണ്. അതായത്, ജാതികളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരെല്ലാം യഹൂദിയ പാരമ്പര്യക്കാരാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധ ഭോഷ്കാണ് എന്ന് ആണ് ഞാൻ പറയുന്നത്. ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഒരു പക്ഷെങ്കിൽ നമുക്ക് യേശാവുമായിട്ടോ ഇസഹാക്കുമായിട്ടോ അബ്രഹാമുമായിട്ടോ ഒക്കെ പറയാൻ കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ അതല്ല വാഗ്ദത്ത ഇസ്രായേൽ എന്ന് പറയുന്നത്. ദൈവം വാഗ്ദത്തം കൊടുത്ത് വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഇവരെന്റെ ആദ്യജാതൻ, ഇതെന്റെ സന്തതി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്വന്തം ജനമായി, യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി, അവൻ അവകാശമായി ദൈവം കനാൻ ദേശം വാഗ്ദത്തം കൊടുത്ത് നിത്യമായ ഒരു സ്വർഗരാജ്യം വാഗ്ദത്തം കൊണ്ടുവരുന്ന ആ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്, ആ വാഗ്ദത്ത ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവരല്ല. അങ്ങനെ അഥവാ ആയിരുന്നു എങ്കിൽ നമ്മളെക്കാൾ, അതായത് ഇന്ന് സങ്കരവർഗം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ഇവിടെ വന്ന് കൂടിക്കലർന്ന് നമ്മളുമായിട്ട് ചേർന്ന് മറ്റുള്ള ജാതികളുമായിട്ടൊക്കെ ചേർന്ന് അങ്ങനെ ആയിത്തീർന്ന ആ ഒരു ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മളെക്കാൾ യോഗ്യര് ശമരിയക്കാരായിരുന്നേനെ.
ഇസ്രായേൽ, യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറഞ്ഞവരാണ്, 10 ഗോത്രം എന്ന് പറഞ്ഞവരാണ്. അവർ ചിതറിപ്പോയതിനു ശേഷം ഒത്തിരി പേര് ശമരിയിൽ വന്ന് താമസിക്കുവാനായിട്ടിടയായി. അവരായിരുന്നേനെ നമ്മളെക്കാൾ ഏറ്റവും അതിന് യോഗ്യര്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനം അവരെ പോലും തീണ്ടലും തൊടിയിലും കൽപ്പിച്ചിരിക്കുക. നമുക്കറിയാം നല്ല ശമരിയാക്കാരന്റെ കഥയും, ശമരിയ സ്ത്രീയുടെ അടുക്കൽ കർത്താവ് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത വണ്ണം അവർ വലിയ തീണ്ടലും തൊടിയിലും അവരുമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. കാര്യം അവർ ജാതികളുമായിട്ട് ഇടകലർന്നു പോയതുകൊണ്ട്. അവരല്ല വാഗ്ദത്ത ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ കൂടി കർത്താവ് 12 ശിഷ്യന്മാരെ ഈ സുവിശേഷം അറിയിക്കാൻ, സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു, നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു, കർത്താവ് രാജാതിരാജാവായി വരാൻ പോകുന്നു എന്നുള്ള ആ സുവിശേഷം അറിയിക്കാനായിട്ട് 12 പേരെ അയക്കുമ്പോൾ കൂടെ കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടെ പറയുന്നത്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും. മനസ്സിലായോ? അത്ര പോലും ശമര്യരുടെ അടുക്കൽ പോകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മറ്റു ജാതികളുമായി ഇടകലർന്ന് ആ ഒരു രീതിയിൽ പോയ ജനമല്ല ഇസ്രായേലി, അല്ലെന്നുണ്ടെങ്കിൽ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു പിന്തുടർച്ചയാണ്, അവരിൽ കൂടി നമുക്ക് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ ചരിത്രത്തിന്റെ വഴിയിൽ കൂടെ നമ്മൾ കൊണ്ടുവന്നാൽ കൂടെ, ഇങ്ങനെ ഒരു സങ്കര വർഗത്തിനല്ല ഈ ഒരു വാഗ്ദത്തം ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഈ പറയുന്ന റൂട്ടിൽ കൂടെയോ, ഇനി സാക്ഷാൽ യഹൂദനാണെന്ന് പറഞ്ഞാൽ കൂടെയോ, ശരിക്കും യഹൂദ ജനത്തിന് പോലുമോ ഈ കാലഘട്ടത്തിലുള്ള രക്ഷ അവരുടെ ഉപദേശത്തിലോ, യഹൂദിയ മാർഗത്തിലോ, ന്യായപ്രമാണത്തിലോ, അല്ലെന്നുണ്ടെങ്കിൽ 10 കൽപ്പനയിലോ, പൗരോഹിത്യത്തിലോ, പരിച്ഛേദനയിലോ അല്ല. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിനി ഏതെങ്കിലും രീതിയിൽ കൂടി നമ്മൾ യഹൂദനാണെന്ന് അങ്ങ് തെളിയിച്ചെന്ന് വിചാരിച്ചു, നമ്മൾ യഹൂദനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു സാക്ഷാൽ യഹൂദനെ തന്നെ നിങ്ങൾ എടുത്തു, അവൻ ആണെങ്കിൽ കൂടെ തന്നെ ഇന്നത്തെ രക്ഷ അവർ പഠിപ്പിച്ച മാർഗത്തിലോ, അവർക്ക് ലഭിച്ച ന്യായപ്രമാണത്തിലോ, 10 കൽപ്പനയിലോ അല്ല. ഇന്ന് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താലുള്ള രക്ഷയാണ്. ഇതല്ലാതെ വേറെ ഒരു വഴിയിലും ഒരു യഹൂദനും ഇന്ന് രക്ഷയില്ല. യഹൂദൻ ഇന്ന് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ ക്രൂശിൽ വരണം. ഇന്ന് അവർക്ക് അതുപോലൊരു മാർഗം ദൈവം തുറന്നു വെച്ചിരിക്കുകയല്ല. പരിച്ഛേദനയും 10 കൽപ്പനയും പ്രമാണവും പൗരോഹിത്യ റൂട്ടിൽ കൂടി രക്ഷപ്പെടാവുന്ന ഒരു മാർഗം ഇന്ന് നിലവിലില്ല. അറ്റ്ലീസ്റ്റ് അത്രയുമെങ്കിലും ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് ഉലകത്തിന് രക്ഷ ഒരേ ഒരു മാർഗം, അത് കർത്താവിന്റെ ക്രൂശ. അതിൽ കൂടെ രക്ഷിക്കപ്പെടുവാൻ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. ഏത് യഹൂദനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ക്രൂശിൽ വരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ യഹൂദനായിട്ട് തന്നെ ക്രൂശിനെ പ്രസംഗിക്കുന്നത്. ഇന്ന് ലോകത്തിന് രക്ഷയുള്ളത് ക്രൂശിന്റെ മാർഗത്തിൽ കൂടിയാണ്. ഒരു 3-4 റൂട്ട് തുറന്നു വെച്ചിരിക്കുകയല്ല രക്ഷിക്കപ്പെടാനായിട്ട്. അതിലേ പോയാലും നമുക്ക് സ്വർഗത്തിൽ ചെല്ലാം, ഇതിലേ പോയാലും സ്വർഗത്തിൽ ചെല്ലാം, ഈ വഴി സ്വീകരിച്ചാലും സ്വർഗത്തിൽ എത്തിച്ചേരും എന്നുള്ള പഠിപ്പീര് സാധാന്യമാണ്, അത് ബിബ്ലിക്കൽ അല്ല. നാം ഇന്ന് ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നിക്കിയ വിശ്വാസ പ്രമാണമാണ്. ആ നിക്കിയ വിശ്വാസം പ്രമാണത്തിൽ കൂടെ തന്നെ പറയുന്നത് ഗ്രേസ് അലോൺ, ഫെയ്ത്ത് അലോൺ ആൻഡ് ക്രൈസ്റ്റ് അലോൺ എന്ന്. ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവന്റെ കൃപയാൽ അവനിലുള്ള വിശ്വാസത്താലാണ് നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. നാം ഇന്ന് എത്ര യഹൂദനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, യഹൂദനുമായിട്ട് എത്ര ബന്ധം സ്ഥാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, താങ്കൾക്ക് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കർത്താവിന്റെ ക്രൂശ. ഞാൻ 1-2 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് ഈ വിഷയം അവസാനിപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കുവാൻ കഴിയാതെ വണ്ണം വലിയൊരു വിഷയമാണ്. പക്ഷെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. വളരെ ബ്രീഫായിട്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയാണ്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇന്ന് നമ്മളെ യഹൂദനായിട്ട് രക്ഷിക്കപ്പെടാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് നമ്മുടെ രക്ഷാ പദ്ധതി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കുക. അവർക്ക് കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദനാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രയോജനമില്ല. ആ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ നീതീകരിക്കപ്പെടുകയോ രക്ഷിക്കപ്പെടുകയോ ചെയ്യത്തില്ല. ഇവിടെ ഞാൻ വേറെ 1-2 വാക്യങ്ങൾ കൂടുന്നു, പെട്ടെന്ന് കാണിച്ചുകൊള്ളട്ടെ. ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയാണ്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി.
സി, യഹൂദിയ മാർഗത്തിൽ കൂടെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അതായത് യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? കൃപയിൽ നിന്ന് വീണുപോയി. ഈ കൃപയാലുള്ള രക്ഷയിൽ നിന്ന് നിങ്ങൾ വീണുപോയി എന്ന് പറയുകയാണ്. നമുക്കിന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം തന്നിരിക്കുന്ന മാർഗം കർത്താവിന്റെ കൃപയാണ്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുകയാണ്. ഇവിടെ റോമാലേഖനം 6:14 പറയുന്നുണ്ടോ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നിങ്ങൾ ഇന്ന് അധീനരായിരിക്കുന്നത് ന്യായപ്രമാണത്തിനല്ല. ഹല്ലേലൂയ. കൃപയ്ക്ക് എത്ര നിങ്ങൾ അധീനരായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഫോർ സിൻ ഷാൽ നോട്ട് ഹാവ് ഡൊമിനിയൻ ഓവർ യു, ഫോർ യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. നാം ഇന്ന് കൃപയ്ക്ക് എത്ര അധീനരായിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ ഇന്ന് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നതിൽ രക്ഷിക്കപ്പെടത്തില്ല. അത് നമുക്ക് വേണ്ടി കർത്താവ് എന്നേക്കുമായിട്ട് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുക. കാൽവറി ക്രൂശിലൂടെ നമുക്കൊരു പുതിയ മാർഗം ദൈവം ആരംഭിച്ചിരിക്കുക. ഇവിടെ പറയാം, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. നമുക്ക് ഇതിനോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം അഗ്രചർമ്മികൾ എണ്ണപ്പെട്ടിരുന്നവരാണ് നമ്മൾ. വാഗ്ദത്തത്തിന്റെ അവകാശങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായി കിടന്നിരുന്ന നമ്മളാണ്. നമുക്ക് ഈ രക്ഷയിലേക്ക് വരാനേ കഴിയത്തില്ലായിരുന്നു. അത് നമുക്ക് തടസ്സമായി നിന്ന ആ ന്യായപ്രമാണത്തെ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുക. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഞാൻ എന്തിനാ ഈ വാക്യങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഈ കാലഘട്ടത്തിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഇത് കൃപായുഗമാണ്. ദൈവത്തിന് കരുണ തോന്നി സകല മനുഷ്യരെയും രക്ഷിക്കുവാനായി ദൈവം ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു കരുണാ കാലഘട്ടമാണ്. ഈ കരുണാ കാലഘട്ടത്തിൽ നമ്മൾ യഹൂദനാണെന്നോ യഹൂദിയ പാരമ്പര്യം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല, രക്ഷിക്കപ്പെടത്തില്ല. അതിലല്ല ഇന്ന് രക്ഷ. ഇനി യഹൂദിയ ന്യായ പ്രമാണം നമ്മൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രമാണവും പാലിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ ഒരെണ്ണം പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് അതിലെ കാര്യങ്ങളൊന്നും തന്നെ ഫോളോ ചെയ്യാൻ കഴിയത്തില്ല. ഇത് കണ്ടില്ലയോ, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിപ്പോയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു. ആ 10 കൽപ്പനകളും 613 ക്ലോസസുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണമുണ്ട്. അത് പ്രമാണിച്ചെന്ന് ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. അതിലെ പ്രമാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മൂഢ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിത്യ നരകത്തിന് യോഗ്യനാകുന്ന രീതിയിലുള്ള തെറ്റ്, ഒരുത്തനെ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമായ തെറ്റാണ് ചെയ്യുന്നത്. ഇതെല്ലാം യഹൂദനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന ദൈവിക നിയമങ്ങളാണ്. അതെടുത്ത് നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാം അതിൽ കൂടെ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല. ആ നിയമം ഇന്ന് വാലിഡ് അല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി കർത്താവ് ആ നിയമത്തെ മാറ്റി കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുക. ആ കാൽവറി യാഗത്തിലെ വിശ്വാസത്താൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന ഒരു അതുല്യമായ കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരെ ദൈവത്തിന് കൈവിടുവാനായിട്ട് കഴിയത്തില്ല. കാര്യം അവരുടെ പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ് ആ സ്വർഗരാജ്യം ദൈവം അവർക്ക് നൽകുമെന്നുള്ളത്. ദൈവം അവരോടൊപ്പം ഈ ലോകത്തിൽ വാഴുകയും അവരെ നിത്യം സ്വർഗരാജ്യം എന്ന് പറയുന്ന അവരുടെ വാഗ്ദത്ത കനാനിൽ അവർ വാഴുകയും ചെയ്യുമെന്നുള്ളത് അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഞാൻ നിറയെ വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് അത് ന്യായപ്രമാണം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഈ ന്യായപ്രമാണത്തെ വീണ്ടും ഉറപ്പിക്കും. അതാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ ഒക്കെ കാണുന്ന എബ്രായ ലേഖനം ഞാൻ പെട്ടെന്ന് വാക്യം കാണിക്കുകയും, എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നത് കണ്ടോ, എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഇങ്ങനെയാണെങ്കിലും ദൈവം അവരുടെ ഈ നിയമത്തെ ഉറപ്പിക്കുന്ന ഒരു കാലം വരും. ഈ കാലഘട്ടത്തിന് ശേഷം എബ്രായ ലേഖനത്തിലാ പറയുന്നത്, 8-ാം അധ്യായത്തിലാ പറയുന്നത്. ഏകദേശം AD 70-കളിൽ എഴുതിയ പുസ്തകമായ എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അവിടെ പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അങ്ങനെ ഒരു കാലം ഇനിയും വരാനിരിക്കുക. അത് നാം ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലമുണ്ട്, അന്ന് വരും. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഇതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമം എന്ന് പറയുന്നത് ഇതാ.
ദൈവം അവരുടെ പിതാക്കന്മാരുടെ കൈക്ക് പിടിച്ച് മിസ്രയീമിൽ നിന്ന് അവരെ കൊണ്ടുവന്ന നാളിൽ അവരോടൊരു നിയമം ചെയ്തു. ആ നിയമമാണ് 10 കൽപ്പനയും 613 ക്ലോസസ് അടങ്ങുന്ന, സബ് ക്ലോസസ് അടങ്ങുന്ന, നിയമാവലികൾ അടങ്ങുന്ന ഒരു വലിയ പ്രമാണം. അതിന്റെ മേലെ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ യാഗം കഴിച്ച മൃഗത്തിന്റെ രക്തം തളിച്ച് അതിനെ ശുദ്ധീകരിച്ച് കോൺസിക്രിയേറ്റ് ചെയ്ത് അത് പ്രാബല്യത്തിൽ വരിക. ആ നിയമം പോലെ അല്ല, അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമം. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അവരത് അനുസരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് അവർ ദുനിയയിൽ മുഴുവൻ ഓടിപ്പോയിരിക്കുന്നത്. അവരെ ഞാൻ ചിതറിച്ചിരിക്കുന്നത് അതുകൊണ്ട്, ആ പ്രമാണം അനുസരിക്കാത്തത് കൊണ്ട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇതാണ് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത്. ഈ യഹൂദിയ ന്യായപ്രമാണത്താലോ ഇന്ന് ആ വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടോ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. അവർക്ക് ദൈവം അവരുടെ കൽപ്പനകളെ അവര് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം വരുന്നുണ്ട്. ആ സമയത്ത് ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ഇന്ന് അവർ ചെതറിപ്പോയിരിക്കുകയാണെങ്കിലും ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലം അവരുടെ ഇടയിൽ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് അവർ യഥാസ്ഥാനപ്പെടും. അന്ന് നമുക്ക് ആ കെയർ ഓഫിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് രക്ഷ പ്രാപിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്, ഈ സമയമാണ്. ഇവിടെ നമുക്ക് രക്ഷ കർത്താവിന്റെ ക്രൂശും ക്രൂശിലൂടെയുള്ള വിശ്വാസവുമാണ്. ക്രൂശിലെ വിശ്വാസത്താലാണ് ഇന്ന് സകല മനുഷ്യർക്കും രക്ഷ ലഭിക്കുന്നത്. വേറെ ഒരു പ്രമാണവും അനുസരിക്കുന്നതിലല്ല, ഒരു കൽപ്പനയും നമുക്ക് തന്നിട്ടില്ല, ഒരു കൽപ്പനയും പാലിക്കുന്നതിലുമല്ല. അതുകൊണ്ട് ഇന്ന് കാണുന്ന സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം യഹൂദന്റെ പാരമ്പര്യമാണ്. അതുകൊണ്ട് യഹൂദന് കൊടുത്തിരുന്ന നിയമങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടും എന്നുള്ളൊരു ചിന്ത അസ്ഥാനത്താണ്. അത് ഫോഷ്കാണ്, അത് ദൈവ വചനപ്രകാരമല്ല എന്ന് ഞാൻ വാസ്തവമായിട്ടും സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ. ഇനി നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനിറ്റി വന്നത് ഇസ്രായേലിൽ നിന്നല്ല, പ്രത്യുത സിറിയയിൽ നിന്നാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അവരെ ആരെയും യഹൂദന്മാരെ ആരെയും ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടില്ല. നമ്മളെ ആരെയും യഹൂദിയ ക്രിസ്ത്യാനികളെന്ന് ആരും വിളിച്ചിട്ടില്ല. നമ്മളെ വിളിക്കുന്ന മുഴുവൻ സുറിയാനി ക്രിസ്ത്യാനികളെന്ന്. ഈ സുറിയാനി എന്ന് പറയുന്നത് സിറിയയിൽ നിന്ന് വന്നതുകൊണ്ട് അവിടുത്തെ ഭാഷയാണ് സുറിയാനി ഭാഷ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിലെല്ലാം സുറിയാനി ഭാഷ ഉപയോഗിക്കുന്നത്. ഇവിടെ അന്നത്തെ വിശ്വാസം എന്ന് പറയുന്നതാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സി വിശ്വാസം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഓർത്തഡോക്സി, യാക്കോബായ ആ ഒരു വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ കാത്തലിക് വിശ്വാസങ്ങൾ. അതിൽ നിന്നും കാത്തലിക്കും ഈസ്റ്റേൺ ഓർത്തഡോക്സിയും തമ്മിൽ ഒരു ഒരു ഭിന്നിപ്പ് ഉണ്ടാകുന്നത് 1054 ദ ഗ്രേറ്റ് സ്കിസം എന്ന് പറയുന്ന കാലത്തിലാണ്. അവിടുന്ന് നോർത്തേണും അല്ലെന്നുണ്ടെങ്കിൽ പാശ്ചാത്യ സഭകളും പൗരസ്ത്യ സഭകളും ഒക്കെ ആയിട്ട് മാറിപ്പോകുന്നത്, കത്തോലിക്ക സഭയും ഈസ്റ്റേൺ ഓർത്തഡോക്സിയും ആയിട്ടൊക്കെ മാറിപ്പോകുന്നത്. ഇതിന് ശേഷമാണ് കേരളത്തിൽ ആക്ച്വലി വാസ്കോഡിഗാമ 1498 വാസ്കോഡിഗാമ കേരളത്തിൽ വന്നുവെന്നും തന്നിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിയോ ഡി മെനസിസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ റോമൻ കാത്തലിക് വിശ്വാസം പരക്കുവാൻ ഇടയായെന്നും ഉദയം പേരൂർ സുന്നഹദോസ് കൂടുകയും ആ സുന്നഹദോസിൽ കൂടി നിറയെ തീരുമാനങ്ങൾ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത് പഴയ കൂറ്റുകാരെന്നും പുത്തൻ കൂറ്റുകാരെന്നും ഒക്കെ പറഞ്ഞ് അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റി രണ്ടായിട്ട് പിരിയുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ, സഭാചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. ഞാൻ വായിച്ചിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. ആഗോള ക്രൈസ്തവ സഭ നൂറ്റാണ്ടുകളിലൂടെ ഈ സഭാ ചരിത്രം, ഇതിനകത്തിൽ നിന്ന് ഏറെക്കുറെ നമുക്കൊരു നല്ല ഐഡിയ കിട്ടും. നിറയെ സഭാചരിത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട JC ദേവ്, ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് CJ ദേവസ്യ എന്നാണ്. ഒരു അപ്പോളജറ്റിക്സ് ചരിത്രകാരൻ കൂടിയായിരിക്കുന്നു. അദ്ദേഹം എഴുതിയ ബുക്കാണ് സഭാ ചരിത്രം, ക്രൈസ്തവ സഭ നൂറ്റാണ്ടുകളിലൂടെ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ എന്തിനാ അത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസം വന്നത് യെരുശലേമിൽ നിന്നല്ല, ഇസ്രായേലിൽ നിന്നല്ല, മറിച്ച് സിറിയയിൽ നിന്നാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് വന്നിട്ടുള്ളത് AD 540-കളിലാണെന്ന് തോന്നുന്നു. AD 545 ആണെന്ന് തോന്നുന്നു. കോസ്മോസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യാപാരി കേരളം സന്ദർശിച്ചിരുന്നു. കോസ്മോസ് കണ്ട മാലി AD 552 കോസ്മോസ് കണ്ട മാലി എന്ന് പറയുന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. മാലി എന്ന് പറയുന്നത് മലങ്കരയാണ്, മലകളുടെ കര, കേരളത്തെയാണ് ഈ പറയുന്നത്. അതായത് ഈ കുരുമുളകിന്റെയും മലഞ്ചരക്ക് വ്യാപാരത്തിന്റെ ഒക്കെ സ്ഥലം, അതുണ്ടായിരുന്ന സ്ഥലമായിരുന്ന കേരളത്തിനെയാണ് മലങ്കര അല്ലെങ്കിൽ മാലി എന്നറിയപ്പെട്ടിരുന്നത്.
കോസ്മോസ് കണ്ട മാലി എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഒത്തിരിയും ചരിത്ര രേഖകൾ അതിൽ കാണുവാനായിട്ട് കഴിയും. എന്നാണ് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്വഭാവം അന്ന് എന്തായിരുന്നു എന്നുള്ളത്. അതെല്ലാം ആക്ച്വലി സിറിയയിൽ നിന്നും, സിറിയയുടെ ക്യാപിറ്റൽ ആയിരിക്കുന്ന അന്നത്തെ അന്ത്യോക്യയിൽ നിന്നുമൊക്കെയാണ് ഈ ഒരു ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഓർത്തഡോക്സ് കാത്തോലിക്ക വിശ്വാസത്തിന്റെ ഉറവിടമായിരുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സി, ആ വിശ്വാസത്തിന്റെ ഈറ്റില്ലം, സിറ്റാഡൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ അന്ത്യോക്യ, സിറിയയിലെ അന്ത്യോക്യ. അവിടെ നിന്നും വ്യാപാരികൾ മുഖേനയാണ് ആക്ച്വലി AD 2-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഒക്കെ ആയിട്ട് ഈ ക്രിസ്തീയ വിശ്വാസം കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത്. ഇതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സീറോ മലബാർ എന്നും സുറിയാനി ക്രിസ്ത്യാനികളെന്നും, സീറോ എന്ന് പറയുന്ന സിറിയയിലുമായിട്ടുള്ള ബന്ധം അല്ല, ഇസ്രായേലിൽ നിന്ന് വന്നതല്ല. ഇസ്രായേലിലുള്ള 12 അപ്പോസ്തലന്മാരിൽ ഒരുത്തരെ പോലും ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടില്ല. ഇസ്രായേലിലോ യെരുശലേമിലോ അവരായിരുന്നപ്പോൾ ഇവരെ ആരും തന്നെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ടില്ല. കാര്യം അവർ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല, അവർക്കത് അറിയത്തുമില്ല, അവരങ്ങനെ ഒരു കാര്യം സ്ഥാപിച്ചിട്ടുമില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവരെല്ലാം യഹൂദിയ വിശ്വാസം, വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്, ലിറ്റിൽ ഫ്ലോക്സിന്റെ ഭാഗമാണ്, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളാണ് അവർ പ്രസംഗിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി അതല്ല. ഹല്ലേലൂയ. കാര്യങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തത വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കിങ്ഡം ഗോസ്പൽ അല്ല. അതിൽ വിശ്വസിച്ച് നിന്നു കഴിഞ്ഞാൽ, ആ വിശ്വാസ പ്രമാണവുമായിട്ട് നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ കൈവിടപ്പെട്ടു പോകുന്നുള്ള 101% തിരുവചനത്തിന്റെ പേരിൽ ഉറപ്പാണ്. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനും കാൽവറി ക്രൂശിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതിയിലൂടെ രക്ഷിക്കപ്പെടുവാനും ഞാൻ വിനീതമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നവരെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിച്ചവരെ ഓർപ്പിക്കുകയാണ്. ഒരു വാക്കിൽ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരല്പം വിശാലമായിട്ട് പറയുവാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അതിന് സമയം കണ്ടെത്തിയത്. അധികം സമയമെടുക്കുവാൻ കഴിയുന്നില്ല. അടുത്തതായിട്ട് പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണ്, ദൈവം എന്താണ് ലോകത്തിൽ ഈ നടമാടുന്ന ഇത്ര അതിക്രമങ്ങൾ കണ്ടിട്ടും അനീതികൾ കണ്ടിട്ടും അതിനെതിരെ പ്രതികരിക്കാത്തത് എന്നൊരു ചോദ്യം കേൾക്കുവാനായിട്ട് ഇടയായി. ദൈവം ഇല്ല എന്ന് ജനത്തിന് പറയുവാൻ തക്കവണ്ണം ദൈവം ഒരു ഒരു നിർഗുണ പരബ്രഹ്മമാണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം എന്ത് നടന്നു കഴിഞ്ഞാലും ദൈവത്തിന്റെ യാതൊരു പ്രതികരണവും ആ വിഷയത്തിൽ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ദൈവം ഇല്ല എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, ഒരിക്കലല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ. ഞാനപ്പം അതിന് മറുപടിയായിട്ട് പെട്ടെന്നൊന്ന് ടച്ച് ചെയ്ത് വിടാം, ഒരു ദീർഘമായ ഒരു മറുപടിയിലേക്ക് കടക്കുന്നില്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. ഒരു വാക്കിനാൽ ഇത് മുഴുവൻ ഉളവാക്കിയത്. ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹി ക്രിയേറ്റഡ് എവറിത്തിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒരു വാക്കിനാൽ, ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉളവായി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉളവായി വന്നു അഖിലാണ്ടമായിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവത്തിന് ഇതിനെ നശിപ്പിച്ച് കളയാനായിട്ടോ ഇത് വേണ്ട എന്ന് വെക്കാനോ ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. ഇത് മുഴുവനും ഇല്ലാതായി പോകുവാനായിട്ട് ദൈവത്തിന് കഴിയും. ലോകത്തിലുള്ള എല്ലാവരെയും നിഗ്രഹിച്ച് കളയുവാനായിട്ട് ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവം അത് എന്താണ് ചെയ്യാത്തതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ദൈവത്തിന്റെ കരുണ കാലഘട്ടമാണ്. ദിസ് ഈസ് കോൾഡ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. ഒരു സൃഷ്ടികൾ പോലും ദൈവത്തോട് തിരിഞ്ഞ് ചോദിക്കുന്നതിനിടയാകില്ല, ദൈവമേ എനിക്കൊരു അവസരം തന്നില്ലല്ലോ, എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടോ, ഇത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഉലകത്തിൽ വസിച്ചിട്ടും നീ അവർക്കൊക്കെ സത്യത്തിൽ ഈ സത്യം മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അവസരമോ അതിനുള്ള ഒരു മുഖാന്തരമോ കർത്താവ് ഒരുക്കി കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ കാലഘട്ടമായത്. ഇതിനു മുമ്പ് ഒരു സമയം ഉണ്ടായിരുന്നു, നിയമപ്രകാരവും ന്യായപ്രമാണ പ്രകാരവും ഒക്കെ ജനം രക്ഷിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം ന്യായമായിട്ടും നിയമപ്രകാരവും അവരോട് ഇടപെട്ടിരുന്നു. അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ്ലി അടി കിട്ടുന്ന ഒരു ശുശ്രൂഷ ആ കാലത്തിൽ ഉണ്ടായിരുന്നു. അത് മോശ ആയാലും ശരി, അഹരോൻ ആയാലും ശരി, ആരായാലും ശരി, അബ്രഹാം ആയാലും ശരി, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അന്നേരമേ അടി കിട്ടുന്ന ശിക്ഷാവിധിയുടെ ശുശ്രൂഷ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിനെതിരെ ആരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ, ദൈവനീതിക്കെതിരെ അനീതിയായിട്ട് ആരെങ്കിലും പെരുമാറി കഴിഞ്ഞാൽ ഭൂമി വായി പിളർന്ന് വിഴുങ്ങിക്കളയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി ദഹിപ്പിച്ചു കളയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ദൈവം തന്നെയാ ഇന്നും നമ്മുടെ ദൈവം. എന്നാൽ ഇതൊരു പ്രത്യേക ടൈം പീരീഡ്. ദിസ് ഈസ് കോൾഡ് ഗ്രേസ് പീരീഡ്. ഇവിടെ ദൈവം നീതിമാനാണ്. ദൈവം ഇതൊരു ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ആണെന്ന് പറഞ്ഞതിന് ശേഷം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവനെ നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവമല്ല. ദൈവം നീതിയോടെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ദൈവത്തിന് സഹിക്കാവുന്നതിന്റെ ഏറ്റവും അപ്പുറത്തെ ലെവലിൽ ലോകം പോയിരിക്കുക. സാത്താനത്തിന് ദൈവം ശിക്ഷിക്കാൻ കാരണം ദൈവതുല്യനാകാൻ കൊതിച്ചതുകൊണ്ട്. ഇന്ന് സാത്താന്റെ മേലെ ആയിരിക്കുകയാണ് ജനം. സാത്താൻ അവൻ ജനത്തെ കൊണ്ട് ആ നിലയിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക.
ദൈവത്തെക്കാൾ വലിയ ദൈവമായിട്ട് ഇരുന്ന് അരുളുകയാണ് ഇന്ന് അനേകർ. ആൾ ദൈവങ്ങളായിട്ട് ഇരിക്കുക. ഭയങ്കര ദൈവത്തെക്കാൾ വലിയ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെയാണ് ദൈവത്തിന് പകരം നിന്ന് കൽപ്പിക്കുന്നത്. ആ ലെവലിൽ കാര്യങ്ങൾ ഇന്ന് പോയിട്ടും ദൈവം ഒന്നും ചെയ്യാത്തത്, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ചോദിച്ചതുപോലെ ദൈവം നിർഗുണ പരബ്രഹ്മമാണോ? എന്തു പറഞ്ഞാലും ഒന്നുമില്ല, ചള്ളമാരി എറിഞ്ഞാലും ഒന്നുമില്ല, എന്തു പറഞ്ഞാലും ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ഇരിക്കുന്നത് മാതിരി ഇരിക്കുന്ന ഒരു ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കർത്താവിന്റെ കരുണാ കാലഘട്ടമായതുകൊണ്ട്. എന്നാൽ ഈ കാലഘട്ടം ഒത്തിരി നാൾ അങ്ങനെ തുടരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന്റെ അവസാന കാലഘട്ടങ്ങളല്ല നമ്മളായിരിക്കുന്നത്. ആ ലാസ്റ്റ് അവേഴ്സിലാണ്, ആ അവസാന മണിക്കൂറുകളിലാണ് നമ്മളായിരിക്കുന്നത്. ഈ കൃപായുഗത്തിന്റെ വാതിൽ അടയാൻ പോവുക. ഒരിക്കൽ ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പറയുന്നത് മാതിരിയുള്ള ദൈവത്തിന്റെ കോപം ആരംഭിക്കുന്ന, അല്ലെങ്കിൽ തെറ്റുകൾ കാണു കഴിയുമ്പോൾ ദൈവം അവരുടെ മേൽ കോപം ചൊരിയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുക. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മഹോപദ്രവ കാലത്തിലേക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് വെളിപ്പാട് പുസ്തകം പറയുന്ന, അല്ലെങ്കിൽ ദാനിയേലിനെ കാണിച്ചു കൊടുത്തിരുന്ന ആ ഒരു കാലഘട്ടം, അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, ആ കാലത്തിലേക്ക് കടക്കാൻ പോവുക. അന്ന് വരാൻ പോകുന്ന കഷ്ടം കാണുമ്പോൾ ലോകമുണ്ടായതിനേക്കാൾ ഭയങ്കര കഷ്ടമാണ്. ഇന്ന് കർത്താവ് എന്താണ് ഇതിന് മറുപടി കൊടുക്കാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാർ തലയിൽ കൈയും വെച്ചുകൊണ്ട് ഓടുന്ന സമയമാണ്. തീ മഴ തലയിൽ വീഴുന്ന സമയമാണ്. ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉലകം സ്ഥാപിച്ചതിന് ശേഷം, ഉണ്ടാക്കിയതിന് ശേഷം, സൃഷ്ടിച്ചതിന് ശേഷം ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ദൈവം തന്നെ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൂതന്മാർ ആകാശത്തിൽ കൂടെ പറന്നു നടന്നുകൊണ്ട് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുൻപുള്ള ഒരു ടൈം പീരീഡ് ആണ് നാം ഇന്നായിരിക്കുന്ന ഈ കൃപായുഗം. ഇവിടെ നടക്കുന്ന അനീതികൾ കണ്ടിട്ട് ദൈവം പ്രതികരിക്കാത്തത് ഇരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജഡവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് ദൈവം ദീർഘക്ഷമ കാണിക്കുക. മടങ്ങി വന്നെങ്കിൽ, തിരിഞ്ഞു വന്നെങ്കിൽ, സത്യം അറിഞ്ഞിരുന്നെങ്കിൽ, നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിച്ചിരുന്നെങ്കിൽ എന്നുള്ള ദീർഘക്ഷമയോട് കർത്താവ് നമുക്ക് വേണ്ടി കരുതുകയാണ്. നമുക്ക് വേണ്ടി ഈ ഒരു കാലഘട്ടം ഓപ്പൺ ആയിരിക്കുക. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഇതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന അനീതികളൊക്കെ കണ്ടിട്ടും ദൈവം അവരുടെ മേലെ തീമഴ പെയ്യാത്തത്, അല്ലെങ്കിൽ ഭൂമി വായി പിളർന്ന് അവരെ വിഴുങ്ങിക്കളയാത്തതിന്റെ കാര്യം അതാണ്. ഹല്ലേലൂയ. ദൈവം നീതിമാനാണ്. ദൈവം നീതിയോടെ ചെയ്യത്തുള്ളൂ. ഈ ഒരു കാലഘട്ടം ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം തുറന്നിരിക്കുന്ന, സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ദൈവം ഇവിടെ അനീതി കണ്ടിട്ടും ശിക്ഷാവിധി അയക്കാത്തത് എന്ന് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 ചോദ്യങ്ങൾക്കും ബ്രീഫായിട്ട് മറുപടി പറയുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഹല്ലേലൂയ. തുടർമാനമായ പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഫെലിക്സ് എന്ന് പറയുന്ന റോമൻ ഗവർണർ, അദ്ദേഹത്തിന്റെ മുൻപിലെ വിചാരണ അല്ലെങ്കിൽ വിസ്തരിക്കുന്നതായിട്ട്, പൗലോസ് അപ്പോസ്തലനെ വിസ്തരിക്കുന്നതായിട്ട് 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. AD 52 മുതൽ 58 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗവർണറായിട്ടിരുന്ന, റോമൻ ഗവർണറായി യഹൂദ ദേശം ഭരിച്ചിരുന്ന ഗവർണറാണ് ഫെലിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ദ്രുസില്ല എന്ന് പറയുന്ന യഹൂദിയ സ്ത്രീ. അദ്ദേഹം, ആ സ്ത്രീ ദ്രുസില്ല എന്ന് പറയുന്നത് ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന രാജാവിന്റെ കൊച്ചുമകളും അഗ്രിപ്പ രണ്ടാമന്റെ സഹോദരിയുമാണ്. ആ ഒരു യഹൂദിയ പാരമ്പര്യത്തിൽ നിന്നുള്ള ഇദുമിയ പാരമ്പര്യം, അതായത് യേശാവിന്റെ സന്തതി പരമ്പരയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് ഈ ഫെലിക്സ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക്, ഫെലിക്സിനും ഈ ദ്രുസില്ലയ്ക്കും യഹൂദിയ പാരമ്പര്യവും യഹൂദിയ നിയമങ്ങളും ന്യായപ്രമാണവും അതിന് പ്രകാരം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഫെലിക്സിന്റെ മുന്നിൽ നടക്കുന്ന ഒരു വിചാരണയെ കുറിച്ച് 24-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ചു. മഹാപുരോഹിതനായിരുന്ന അനന്യാസിനെ കൈസരിയയിലേക്ക് വിളിപ്പിക്കുകയും, അനന്യാസ് ഒരു ഗ്രൂപ്പായിട്ട് കൈസരിയയിലേക്ക് വരുന്നു. അതിൽ തെർത്തുല്ലോസ് ആണ് വക്കീല്. അവരുടെ കൂടെ അഡ്വക്കേറ്റ് ആയിട്ടുണ്ടായിരുന്നത് തെർത്തുല്ലോസ് ആണ്. മറ്റേ ചില പ്രമാണികൾ, യഹൂദ പ്രമാണികൾ അനന്യാസിനോടൊപ്പം, അങ്ങനെ ഒരു വലിയ ഡെലിഗേറ്റ് ആണ് യെരുശലേമിൽ നിന്നും കൈസരിയയിലേക്ക് വരിക. അവർ വന്ന് പൗലോസിനെതിരായിട്ട് ചാർത്തിയ കുറ്റങ്ങൾ എന്ന് പറയുന്നത്, ഈ പുരുഷൻ ഒരു ബാധയാണ്, ശരിക്കും ഒരു ബാധ പോലാണ് ഇദ്ദേഹം. 2, ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനാണ്. 3, നസ്രായ മതത്തിന് മുൻപനാണ്. 4, ആലയം തീണ്ടിപ്പാൻ, അതായത് അശുദ്ധമാക്കുവാൻ ശ്രമിച്ചവനാണ്. ഈ 4 കുറ്റങ്ങളാണ് പൗലോസിനെതിരായിട്ട് അനന്യാസും അവരുടെ വക്കീലായിട്ട് വന്ന തെർത്തുല്ലോസും ഒക്കെ ഫെലിക്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് എല്ലാം ദീർഘമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ
എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഫെലിക്സ് അവനെ നേരിട്ട് വിസ്തരിക്കണം എന്ന് തെർത്തുല്ലോസ് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് അനന്യാസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വക്കീലോ അതിനെതിരായിട്ട് വിസ്തരിക്കുന്നതിന് പകരം തെർത്തുല്ലോസ് തന്നെ പറയുകയാണ്, ഇതിനെ ഫെലിക്സിന് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഫെലിക്സ് തന്നെ അവനെ നേരിട്ട് വിസ്തരിക്കുവാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഫെലിക്സ് തന്റെ വാദം പറയുവാനായിട്ടും തന്റെ അഭിപ്രായം പറയുവാനായിട്ടും പോളിനെ അനുവദിക്കുകയും പോള് എണ്ണി ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ എണ്ണി മറുപടി പറയുന്നതായിട്ടും നമ്മൾ 24-ാമത്തെ അധ്യായത്തിൽ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫെലിക്സിന് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. കാര്യം അദ്ദേഹത്തിന് യഹൂദ പാരമ്പര്യം അറിയാം, യഹൂദ നിയമങ്ങൾ അറിയാം. അങ്ങനെയുള്ള ഗവർണേഴ്സ് വളരെ ചുരുക്കമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ളത്, ഇതിനു മുൻപും ഇതിനു ശേഷവും. അതുകൊണ്ട് തന്നെ ഫെലിക്സിന് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കുവാൻ പറ്റത്തില്ല. കാര്യം പൗലോസിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ, ന്യായത്തിന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഒരു യഹൂദിയ ഗ്രൂപ്പ് മുഴുവനും, അതായത് അനന്യാസും മഹാപുരോഹിതനാണ്, മഹാപുരോഹിതനെ വാഴിക്കുന്ന ചുമതല വരെ ഈ ഗവർണർക്കാവുള്ളത്. ആ അനന്യാസ് സഹിതം അവിടുന്ന് വന്നിരിക്കുന്ന ഒരു വലിയ ഡെലിഗേറ്റ്സ്, എന്താ പറയുന്ന ഒരു ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന മാതിരി ഒരു വലിയ പ്രധാനികൾ, യഹൂദ പ്രമാണികൾ എത്തിയിരിക്കുകയാണ്. അവരെ മുഴുവനും അവരുടെ അപ്രീതി സമ്പാദിക്കേണ്ടതായിട്ട് വരും. അത് കാരണം തൽക്കാലം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ലൂസിയാസ് വരട്ടെ, അതായത് അന്നത്തെ സഹസ്രാധിപനാണ്, പോളിനെ പിടിച്ച് ഇവിടെ കൊണ്ടാക്കിയ ലൂസിയാസ് ക്ലൗഡിയസ് എന്ന് പറയുന്ന അവരുടെ സഹസ്രാധിപനാണ്, അദ്ദേഹം വരട്ടെ, വന്നതിന് ശേഷം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് പോളിനെ കൈസരിയയിലെ ജയിലിൽ തന്നെ തിരിച്ചടയ്ക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ കാലഘട്ടത്തിൽ ഫെലിക്സിനെ തിരിച്ചു വിളിക്കുകയും ഇതൊരു ടെമ്പററി പീരീഡ് ആണെങ്കിലും ഏകദേശം ഒരു 2 വർഷത്തോളം ആ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. 2 വർഷത്തോളം ഒരു തീരുമാനം എടുക്കാതെ ആ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരികയാണ്. ഒരു തീരുമാനവുമില്ല, ചുമ്മാ അത് പിടിച്ച് ജയിലിലിട്ടേക്കുന്ന രീതിയിൽ അങ്ങനെ ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു രീതിയാണിത്. ജനം ക്രിസ്തീയ ഉപദേശം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേന് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ പിടിച്ചു നേരെ ജയിലിലിടും. ജയിലിലിട്ട് കഴിഞ്ഞാൽ മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. ഒരു കാരണവും കാണത്തില്ല. അനേക ക്രിസ്തീയ മിഷണറിമാരെയൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നടന്നു വരുന്ന ഒരു രീതിയാണ്. നേരെ പിടിച്ച് ജയിലിലങ്ങിടും, ചില മാസങ്ങൾ നമ്മളെ ജയിലിലിട്ടേക്കും. അവിടുത്തെ കഷ്ടപ്പാടുകളും അവിടുത്തെ സകല കാര്യങ്ങളും സഹിച്ച് നമ്മൾ അവിടെ കിടക്കും. നമ്മൾ കുറെ നാൾ കിടന്നു കഴിയുമ്പോഴത്തേനും മര്യാദ പഠിക്കും, പിന്നെ ഇതിന് ഇറങ്ങത്തില്ല എന്ന് വിചാരിച്ചാണ് അവർ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനങ്ങളെല്ലാം ഡൈ ഡൗൺ, എല്ലാം കെട്ടടങ്ങി പോകുന്നതിനിടയായി തീരും. അത് ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഫെലിക്സ് പൗലോസ് അപ്പോസ്തലനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും 2 വർഷത്തോളം അവിടെ കിടക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഫെലിക്സ്, ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചല്ലോ, എന്താ പറയുന്നത്, ഒരു അനീതി ഉള്ള അല്ലെന്നുണ്ടെങ്കിൽ ജനത്തിനിടയിൽ അനേക അന്യായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗവർണറാണ്, ഒരു ന്യായാധിപതിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അനേക കുറ്റങ്ങൾ നീറോ ചക്രവർത്തിയുടെ അടുക്കൽ ചെന്നിട്ടുണ്ട്. റോമിൽ അന്ന് ഭരിക്കുന്നത് നീറോ ചക്രവർത്തി, അതാണ് കൈസർ എന്ന് പറയുന്നത്. ആ കൈസറിന്റെ അടുക്കൽ അനേക കുറ്റങ്ങൾ ഈ ഗവർണറെ കുറിച്ച് ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫെലിക്സിനെ തിരികെ വിളിച്ചുവെന്നും നീറോ ചക്രവർത്തി തിരികെ വിളിച്ചുവെന്നും അതിനുശേഷം ഫെസ്തോസ് എന്ന് പറയുന്ന ഒരു പുതിയ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, ജോസിഫസ് എന്ന് പറയുന്ന ഒരു യഹൂദിയ ചരിത്രകാരന്റെ പുസ്തകത്തിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജോസിഫസിന്റെ ബുക്കിൽ പറയുന്നത് ഫെലിക്സിനെ തിരികെ വിളിപ്പിക്കുകയും ദൈവാധീനത്തിന് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഫെലിക്സിനെ കൊന്നില്ല, അങ്ങനെ തന്നെ വെറുതെ വിട്ടു. പക്ഷെ ഫെലിക്സിന് പകരം ഫെസ്തോസിനെ പുതിയതായിട്ട് യഹൂദ ദേശത്തേക്ക് അപ്പോയിന്റ് ചെയ്തു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. 25-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇവിടെയാണ് ചിന്തിച്ച് നിർത്തിയത്. അതായത് ഫെലിക്സ് പൗലോസിനെ ജയിലിൽ അടയ്ക്കുന്നു, ഫെലിക്സ് അതിനുശേഷം അവിടുന്ന് മാറിപ്പോന്നു, ഫെസ്തോസ് പുതുതായിട്ട് സ്ഥാനമേൽക്കുന്നു. ഈ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഫെസ്തോസിനെ ന്യൂ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന AD 58-ലാണ്. 58 മുതൽ 62 വരെയുള്ള കാലഘട്ടങ്ങൾ, ഏകദേശം 5 വർഷത്തോളം താൻ ഗവർണറായിട്ട്, 4 വർഷത്തിൽ ചെല്ലുവാനും താൻ ഗവർണറായിട്ട് ഭരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഭരണ കാലഘട്ടത്തിൽ തന്നെ, അതായത് താൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ താൻ നിര്യാതനാവുകയും മരണം വരികയും ചെയ്തു. അങ്ങനെയാണ് ഫെസ്തോസ് മരിക്കുവാനായിട്ട്, അതായത് അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ ഒരു ഗവർണറാണ് ഫെസ്തോസ്. എന്ന് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയാം. എന്നാൽ ഈ ഫെസ്തോസിന്റെ കാലയളവിലാണ് പൗലോസിനെ അവിടെ വിധിക്കുവാനായിട്ടും അവിടുന്ന് ഒരു തീരുമാനമുണ്ടാക്കി. ഫെസ്തോസ് ആണ്
പൗലോസിനെ റോമിലേക്ക്, കൈസറുടെ അടുക്കിലേക്ക് അയക്കുന്നത്, നീറോ ചക്രവർത്തിയുടെ അടുക്കിലേക്ക് അയക്കുക. അതായത് ഒരു സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇടുന്നതിന് തുല്യമാണ് ഒരാളെ നീറോയുടെ അടുക്കിലേക്ക് അയക്കുക എന്ന് പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു ശ്വാസം പൊട്ടി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ചത്തു. അതുപോലത്തെ ഒരു ചക്രവർത്തി ആയിരുന്നു നീറോ. നമുക്ക് ചരിത്രം അറിയാം. മുഴുവനും യെരുശലേം മുഴുവൻ കത്തിക്കുകയും റോമ നഗരം മുഴുവൻ തീ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് നീറോ ചക്രവർത്തി എന്നുള്ളത് നമുക്കറിയാം. 25-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു അല്പം വിശദീകരണം പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. ഫെസ്തോസ് ചുമതല ഏറ്റിട്ട് ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ യെരുശലേമിലേക്ക് പോകുവാനായിട്ട് ഇടയായി. യെരുശലേമാണ് യഹൂദ ദേശത്തിന്റെ അന്നത്തെ ക്യാപിറ്റൽ. മഹാപുരോഹിതനും മറ്റ് എല്ലാ ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളും ഉള്ളത് യെരുശലേമിലാണ്. അവിടേക്ക് താൻ പോകുവാനായിട്ട് ഇടയായി. 3 ദിവസമായതേ ഉള്ളൂ ചാർജ് ഏറ്റെടുത്തിട്ട്. എന്നാലും കൈസരിയയിൽ നിന്നും താൻ ഇവിടേക്ക് പോവുകയാണ്. 2 വർഷം കഴിഞ്ഞ ഒരു വിഷയമാണ്. കൈസരിയിലെ ജയിലിൽ പോൾ കിടക്കുകയാണ്. ഏത് അവസ്ഥയിലായി, ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എല്ലാവർക്കും അറിയത്തില്ല. എന്നിട്ട് കൂടെ യഹൂദന്റെ ആ വൈരാഗ്യം തീർന്നിട്ടില്ല. അവര് ഫെസ്തോസ് വന്നു കഴിഞ്ഞപ്പോൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കേസ് പോളിനെ കൊന്നുകളയുക എന്നുള്ളതാണ്. അവരുടെ ആ വൈരാഗ്യം അങ്ങനെ നിൽക്കുക. വിസ്താരത്തിലൂടെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് അവർക്കറിയാം. കാര്യം ഫെലിക്സിന്റെ അടുക്കൽ വിസ്തരിച്ചപ്പോൾ തന്നെ ഏകദേശം അത് പിടികിട്ടിയിട്ടുണ്ട്. ഇവിടെ വിസ്താരം കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. അവിടെ മഹാപുരോഹിതനായിട്ട് തെർത്തുല്ലോസ് ആയിട്ട് ആര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. കാര്യം പോളിന്റെ കയ്യിൽ അതുപോലുള്ള ന്യായമാണുള്ളത്. പോൾ അന്യായമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ വകവരുത്തുവാൻ കഴിയത്തില്ല, അകപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവര് ഏതെങ്കിലും രീതിയിൽ അപകടത്തിലൂടെ തന്നെ കൊന്നുകളയുവാനായിട്ടുള്ള പ്ലോട്ടുകൾ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ തന്നെ യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ ഫെസ്തോസിനോട് ആവശ്യപ്പെടുകയാണ്. കാര്യം പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും ഫെസ്തോസിന് അറിയത്തില്ല. ഇദ്ദേഹം പുതിയതായിട്ട് വന്ന് ചാർജ് എടുത്തിരിക്കുന്ന ഗവർണറാണ്. അവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് കിടക്കുന്ന ഒരു യഹൂദിയ ഒരു തടവുകാരനുണ്ട്. അദ്ദേഹത്തെ യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവർ ആവശ്യപ്പെടുക. എന്നാൽ സംഗതികളുടെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കിയ ഫെസ്തോസ് അതിന് വഴങ്ങിയില്ല. വളരെ നീതിമാനായിട്ടുള്ള ഒരു ന്യായാധിപനായിരുന്നു ഫെസ്തോസ്. അദ്ദേഹം അവരുടെ ആവശ്യത്തിന് പോളിനെ കൊണ്ട് യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വഴങ്ങിയില്ല. മറിച്ച് ഇവരെ കൈസരിയിലേക്ക് വരുവാനായിട്ട് ക്ഷണിക്കുക. നിങ്ങൾ എല്ലാവരും കൂടെ കൈസരിയിലേക്ക് വരിക, വന്നിട്ട് നിങ്ങളുടെ വാദം എന്താണെന്ന് അവിടെ അറിയിച്ചാട്ട് അവിടെ ഞാൻ ന്യായം വിധിക്കാം എന്നുള്ള രീതിയിൽ ഫെസ്തോസ് അവരെ അറിയിക്കുകയാണ്. അങ്ങനെ മടങ്ങി എത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി വന്ന് അധികം താമസിക്കാതെ തന്നെ പോളിന്റെ വിസ്താരം വയ്ക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ന്യായവിസ്താരം ആരംഭിക്കുകയാണ്. അതിന് പോളിനെ അനുവദിക്കുകയാണ്. പോൾ തന്നെയാ പോളിന്റെ വക്കീൽ. പൗലോസ് അപ്പോസ്തലൻ തന്റെ ന്യായവാദം അവിടെ വെച്ച് പറയുകയാണ്. പക്ഷെ യഹൂദന്മാർക്ക് ഒരു കാര്യവും അതിനെ എതിർത്ത് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. നോക്കുന്നതിനെല്ലാം ആ അടുക്കടുക്കായിട്ട് പോൾ തന്റെ കാര്യങ്ങൾ പറയും. ഇവിടെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവര് പറയുന്നത് പോലെ യെരുശലേമിലെ ആലയത്തിനെതിരായിട്ടോ പിതാക്കന്മാർക്കെതിരായിട്ടോ ന്യായപ്രമാണത്തിനെതിരായിട്ടോ മോശയ്ക്കെതിരായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആലയം തീണ്ടിപ്പാനോ ഒന്നും പോൾ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പോളിന് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരായിട്ടുള്ള കുറ്റം സ്ട്രോങ് ആയിട്ട് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ ഫെസ്തോസിനെ പ്രഷറൈസ് ചെയ്തിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കുക. ഫെസ്തോസ് തന്നെ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുക. അദ്ദേഹം പോളിനോട് ചോദിക്കുകയാണ്, നിന്നെ യെരുശലേമിൽ കൊണ്ട് വിസ്തരിക്കുവാൻ നിനക്ക് തയ്യാറാണോ എന്ന് ചോദിക്കുക. അത് ചോദ്യം യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുക. താൻ പുതുതായിട്ട് വന്നിരിക്കുന്ന ഗവർണറാണ്, അതുകൊണ്ട് യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പോള് സമ്മതിച്ചില്ല. പോള് പറയാണ്, ഞാനൊരു റോമൻ പൗരനാണ്, എന്നെ റോമിലേക്ക് അയക്കാൻ പറയാ, എന്നെ കൈസർ വിധിക്കട്ടെ എന്ന് പറയുക. കാര്യം പൗലോസിന് ഇതിനോടകം മനസ്സിലായി, ഒരു വിസ്താരത്തിൽ ഇത് തീരത്തില്ല. കാര്യം ഇതിനോടകത്ത് തന്നെ പോള് മനസ്സിലാക്കി ഇവിടെ നിന്ന് തനിക്ക് ന്യായം കിട്ടത്തില്ല. ഇവരെ പോളിനെ യെരുശലേമിലേക്ക് അയക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണ്. എങ്ങനെയെങ്കിലും അവിടെ തനിക്ക് ന്യായം ലഭിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോള് കൈസറെ അഭയം ചൊല്ലുകയാണ്. ഫെസ്തോസിനോട് പറയാണ്, ഞാനൊരു റോമൻ പൗരനാണ്, എന്നെ റോമൻ ഗവർണറാണ് അല്ലെങ്കിൽ റോമൻ കൈസറാണ് വിധിക്കേണ്ടത്, എന്റെ വിചാരണ നടത്തേണ്ടതെന്ന് പറയുക. എന്നെ യെരുശലേമിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. കൈസരിയിൽ എന്നെ വിധിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ എന്നെ റോമിലേക്ക് അയക്കാൻ പറയുക. ഫെസ്തോസിന് വേണമെങ്കിൽ പോളിനെ കുറ്റവിമുക്തനാക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിലും പൗളിനുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കൈസരെ അഭയം ചൊല്ലിയതും അവിടേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞതും. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്തോസിന് ഇത് വലിയ ആശ്വാസമായി. കൈസരെ അഭയം ചൊല്ലിയല്ലോ, ഞാൻ നിന്നെ റോമിലേക്ക് അയച്ചേക്കാമെന്ന് പറയുക.
ആ റോമിലേക്ക് അയക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് നീറോയുടെ അടുക്കൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെട്ടു വരത്തില്ല. അതുകൊണ്ട് തന്നെ യഹൂദന്റെ ആ ഒരു പ്രീതി സമ്പാദിക്കുകയും ചെയ്യുവാൻ കഴിയും. അങ്ങനെ ആയിരിക്കുമ്പോൾ വിവിധ തുറകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു കൗൺസിൽ എല്ലാ ഗവർണറുടെയും കീഴിലുണ്ടാകും. അവരുടെ ഭരണകാര്യങ്ങളിൽ അവരെ സഹായിച്ചിരുന്ന ഒരു കൗൺസിൽ ഉണ്ട്. ഇതിനെയാണ് ആലോചനാ സഭ എന്ന് പറയുന്നത്. എല്ലാ തുറകളിൽ നിന്നും എടുത്തിട്ടുള്ള അതിലെ എന്താ പറയുന്നത് മിടുക്കന്മാരായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ചേർത്തിട്ടുള്ള ഒരു സഭയുണ്ട്. അതിനെയാണ് ഈ ആലോചനാ സഭ എന്ന് പറയുന്നത്. ആ ആലോചനാ സഭയോട് ഈ വിഷയം അറിയിക്കുകയും അവരുടെ സജഷൻസ് ഒക്കെ ഫെസ്തോസിനോട് പറഞ്ഞെങ്കിലും അന്തിമ തീരുമാനം എടുക്കുന്നത് ഫെസ്തോസ് ആണ്. ഇവിടുത്തെ ഗവർണറാണ് ഒരു തീരുമാനമെടുത്ത് അങ്ങോട്ട് അയക്കണോ അതോ ഇവിടെ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരു വലിയ ഗ്രൂപ്പ് അവരുടെ കൂടെ ഉണ്ട്. അതിനെയാണ് ഈ എന്താ പറയുന്നത് ആലോചനാ സഭ എന്ന് പറയുന്നത്. US നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു തിങ്ക് ടാങ്ക്, US തിങ്കിങ് ടാങ്ക് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോ ട്രംപാണ് അവിടുത്തെ പ്രസിഡന്റ് എങ്കിലും ട്രംപ് അല്ല എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് തീരുമാനമെടുക്കുന്നത്. എല്ലാ വിഷയത്തിലുമുള്ള ആകാശം മുതല് ഭൂമിയിലുള്ള ഉലകത്തിലുള്ള സകല വിഷയങ്ങളിലും തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് തന്നെ ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു ആലോചനാ സഭ, US തിങ്കിങ് ടാങ്ക് എന്നാ പറയുന്നത്. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് അവിടുത്തെ പ്രസിഡന്റിന് ട്രംപിന് ആലോചന അറിയിക്കുന്നത്. അതിനനുസരിച്ചാണെങ്കിലും അന്തിമ തീരുമാനം എടുക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹത്തിനാണ് ആ തീരുമാനം എടുക്കാനുള്ള അധികാരം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഫെസ്തോസ് ആണ് ആ തീരുമാനം എടുക്കുന്നതെങ്കിലും ആലോചനാ സഭയോട് അഭിപ്രായം ചോദിക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അഗ്രിപ്പ രാജാവ് വരികയും അഗ്രിപ്പായും ഫെസ്തോസും കൂടെ ചേർന്നിട്ട് പോളിനെ ഒന്നുകൂടെ വിസ്തരിക്കുന്നതായിട്ട് കാണാം. അഗ്രിപ്പായുടെ ഒരു വിസ്താരം നടക്കുന്നു. യഹൂദിയിലെ രാജാവാണ് അഗ്രിപ്പ. ഞാൻ അത് കാണിക്കാം. അഗ്രിപ്പ ആരാണ് എന്താണ് എന്നൊക്കെ കാണിക്കാം. അദ്ദേഹം എന്തിനാണ് വിസ്തരിക്കുന്നത്? ഓൾറെഡി ഫെലിക്സ് വിസ്തരിച്ചു, ഫെസ്തോസ് വിസ്തരിച്ചു. ഇതിലൊന്നും ഒന്നും നടക്കത്തില്ലെന്നറിയാം. എന്നാലും ഒരു പേരിന് വേണ്ടി അഗ്രിപ്പ രാജാവോട് വിസ്തരിക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അങ്ങ് റോമിലോട്ട് പോകേണ്ടതാണ്. റോമിൽ നീറോയുടെ അടുക്കിലോട്ട് പോകേണ്ടുന്ന കേസ് കെട്ടായത്. അവിടെ ചെല്ലുമ്പോഴത്തേന് അതിന് വേണ്ടുന്ന വെയിറ്റ് ഉണ്ടായിരിക്കണം. എന്തിനാണ് റോമിലേക്ക് ഇത് അയച്ചത്, എന്തുകൊണ്ടാണ് ഇത് ഗവർണർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നുള്ളതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കാണിക്കണം. അതുകൊണ്ട് ഫെസ്തോസ് ന്യായം വിധിച്ചുവെങ്കിലും ഫെസ്തോസിന്റെ മാത്രം കൊണ്ട് തീരത്തില്ല, അതിനൊരു വെയിറ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അഗ്രിപ്പ രാജാവിന്റെ മുന്നിൽ കൂടെ ഒരു വിസ്താരം വയ്ക്കുക. അദ്ദേഹത്തിന്റെ വിസ്താരത്തിന്റെയും ആ ഒരു എന്താ പറയുന്നത് ന്യായ വിസ്താരത്തിന്റെ ഡീറ്റെയിൽസ് കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് പോളിനെ അങ്ങ് റോമിലേക്ക് അയക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ഭാഗമാണ് 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് കാണുവാനായിട്ട് പോകുന്നത്. എനിക്ക് എൻ്റെ സിസ്റ്റത്തിന് ഒരു ചെറിയ പ്രശ്നം ഇന്ന് നേരിട്ടിട്ടുണ്ട്. ഞാനത് അങ്ങനെ അങ്ങ് കൈകാര്യം ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് വാക്യം കാണിക്കാനായിട്ട് ചില പ്രയാസങ്ങൾ ഇന്ന് ഞാൻ കാണുന്നുണ്ട്. എന്നാലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അത് ഫുൾ സ്ക്രീനിൽ ഇന്ന് ആ വാക്യം കാണിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. 24-ാമത്തെ അധ്യായം 25-ാമത്തെ അധ്യായമായിരുന്നു നമ്മൾ വായിക്കേണ്ടുന്നത്. 25-ാമത്തെ അധ്യായം അതിലിങ്ങനെയാണ് പറയുന്നത്. ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം കൈസരയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കത് എന്നെ ഫോളോ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഞാൻ വായിച്ചു വിടാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡൗട്ട് ഉള്ളിടത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്ത് നിർത്തി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് 3 നാൾ കഴിഞ്ഞു. അതായത് പുതിയ ഗവർണർ, ആദ്യത്തെ ഗവർണർ ഫെലിക്സ് ആയിരുന്നു, രണ്ടാമത്തെ ഗവർണർ ഫെസ്തോസ് ആണ്. അദ്ദേഹം വന്ന് ചാർജ് ഏറ്റെടുത്ത് 3 ദിവസം കഴിഞ്ഞ ശേഷം കൈസരയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. ഇതാ ഞാൻ പറഞ്ഞത്, വന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ യെരുശലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിന്റെ നേരെ അവന്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു. കണ്ടോ, ഇവിടെ അവർക്ക് ഇപ്പോഴും പോളിന്റെ നേരെയുള്ള ആ ഒരു വൈരാഗ്യം മാറിയിട്ടില്ല. ആദ്യമേ ഈ വിഷയമാണ്, പോളിനെ കൊന്നുകളയുക എന്നുള്ള വിഷയമാണ്. ദയവ് ചെയ്ത് അവനെ യെരുശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു. പുതിയ ഗവർണർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഫസ്റ്റ് പ്രപ്പോസൽ ഇതാണ്: എത്രയും പെട്ടെന്ന് ആളിനെ ഞങ്ങൾക്ക് ഇങ്ങനെ തരണം, യെരുശലേമിലേക്ക് വിടണം, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു എന്നുള്ള രീതിയിലാണ് ഈ പ്രപ്പോസൽ വയ്ക്കുന്നത്. വഴിയിൽ വെച്ച് അവനെ ഒടുക്കി കളയുവാൻ, മനസ്സിലായി, ഇങ്ങ് എത്തത്തില്ല, യെരുശലേമിൽ എത്തത്തില്ല, അതിനു മുമ്പായിട്ട് തന്നെ കൊന്നു കളയാനായിട്ട് അവർ ഒരു പതിയിരിപ്പ് നിർത്തി. അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസരിയയിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട്. ഫെസ്തോസ് അത്ര വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൊന്നുകളയുമെന്ന് അറിയാം. അതുകൊണ്ടാണ് പൗലോസിനെ കൈസരിയയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടുന്ന് 60 കിലോമീറ്റർ ദൂരെയാണ്. ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട്, അതായത് അടുത്ത ദിവസം ഞാൻ അവിടേക്ക് പോകുന്നു. നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യന്റെ നേരെ അന്യായം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. റോമൻ ഗവർണറാ, അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ, ആരാണ് കേസ് നടത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് അദ്ദേഹത്തിന്റെ കുറ്റം അവിടെ വെച്ച് അറിയിച്ചാട്ടെന്ന് പറയുന്ന ഒരു ഭാഗമാണ്.
അവൻ ഏകദേശം 8-10 ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിക്ക് മടങ്ങിപ്പോയി. യെരുശലേമിൽ വന്നിട്ട് റൗണ്ട് അബൌട്ട് 10 days അവിടെ താമസിച്ചു. അവിടെ നിന്നും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരികെ പോയി. പിറ്റേന്ന് ന്യായാസനത്തിലിരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു. ചെന്നു കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ പൗലോസിന്റെ ന്യായവിസ്താരം നടക്കുക. അവൻ വന്നാറെ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്ന് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. ഇവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് വന്നിരിക്കുക, യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ. ഇവര് വന്നിട്ട് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദൈവാലയത്തോടാകട്ടെ, കൈസരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറ് ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കാര്യം അവരുടെ വിധിയും അവരുടെ പ്രപ്പോസലും അവരുടെ വാദവും ഒക്കെ വെറും പൊള്ള കഥകളാണ്. പോളിന് വ്യക്തമായിട്ട് അതിനെ തിരിച്ച് വാദിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രതിവാദിച്ചാറ് ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ, ഇതാണ് ഇവരുടെയും പ്രോബ്ലം. ഫെലിക്സിന്റെയും പ്രോബ്ലം ഇതായിരുന്നു. ഇപ്പൊ ഫെസ്തോസും വന്നിട്ട് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട് യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരണം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു. ഇവിടുത്തെ പ്രപ്പോസല് ഫെസ്തോസ് തന്നെ പ്രപ്പോസ് ചെയ്യുക, യെരുശലേമിൽ ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച്, അവിടെയുള്ള മഹാപുരോഹിതന്റെ മുമ്പിലല്ല, അല്ലെങ്കിൽ അവിടെ ആരുടെയും മുമ്പിൽ നിന്നെ വിട്ടുകൊടുക്കുകയല്ല, അന്യായമായിട്ട് ഒന്നും നടക്കത്തില്ല, അവിടെ ഞാനാണ് ന്യായാസനത്തിൽ ഇരിക്കുന്നത്, എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമൻ പൗരനാ പോൾ. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു റോമൻ പൗരത്വത്തിന്റെ വില അതാണ്. ഇതിപ്പോ വേറൊരു പൗരത്വനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടിയെ കയറ്റി പിറ്റേ ദിവസം അങ്ങോട്ടങ്ങ് പാക്ക് ചെയ്യത്തേ ഉള്ളൂ. നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നൊന്നും ചോദിച്ച് നിൽക്കത്തില്ല. ഈ റോമ പൗരത്വത്തിന്റെ പ്രത്യേകത ഇതാ. ഇതുകൊണ്ടാണ് പോൾ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് പറഞ്ഞത് റോമൻ പൗരത്വത്തിനേക്കാൾ വിലയേറിയ പൗരത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവരോട് ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, നമ്മൾ അവിടുത്തെ പൗരന്മാരാ. നിങ്ങൾ ഈ റോമ പൗരത്വത്തെ കുറിച്ച് ഇത്രയും വലിയ ഇതാകുന്നല്ലോ, അതിനേക്കാട്ടില് ശ്രേഷ്ഠമായ പൗരത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാം സ്വർഗത്തിലെ പൗരന്മാരാണെന്ന് പറഞ്ഞ് അവരെ ആ കാര്യം മനസ്സിലാക്കുന്ന ആ ഭാഗം ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കുക. എന്റെ മുമ്പിൽ വെച്ച ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടത്താൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നു. കൈസറാണ് ഇവിടുത്തെ ന്യായം നടത്തുന്ന ആൾ. ആ ന്യായാസനത്തിന്റെ മുൻപാകെയാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് തന്നെ കൈസറുടെ അടുത്തേക്ക് അയക്കാൻ പറയാം. യഹൂദന്മാരോട് ഞാനൊരു അന്യായവും ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. ഇതിനോടകം നിനക്കും ആ വിഷയം മനസ്സിലായിട്ടുണ്ട്. ഞാൻ അന്യായം ചെയ്ത മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. അതൊരു റോമൻ പൗരന്റെ എന്താ പറയുന്നത് റൈറ്റ് ആണ്, അദ്ദേഹത്തിന്റെ അവകാശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ഫെസ്തോസിനോട് പറയാൻ കഴിയും, എന്നെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയത്തില്ല, ഞാൻ പറയുന്ന പോലെ ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തന്റെ ആലോചനാ സഭയോട്, ഇതാണ് ഞാൻ പറഞ്ഞ തിങ്കിങ് ടാങ്ക് എന്ന് പറയുന്നത്, ആലോചനാ സഭ സംസാരിച്ചിട്ട്, കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസറുടെ അടുക്കിലേക്ക് നീ പോകും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ റോമിലേക്ക് തന്നെ അയക്കുക. ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണീക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരയിലെത്തി. ഇവിടെ ഞാനൊരു അല്പം ഒന്ന് നിർത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ അടുത്ത കുറച്ചു നാൾ കഴിഞ്ഞു. ഇവിടെ ഇപ്പം കൈസറടുക്കൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ കയറ്റി വിടുകയല്ല. അന്ന് ഫ്ലൈറ്റോ അങ്ങനെ പോകാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അവിടെ റോമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന അവിടുന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടണം, വിസ്താരം ലഭിക്കാനുള്ള അപ്പീൽ അവിടെ കൊടുക്കണം, അവിടുന്ന് അതിനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കണം. അതിനുശേഷം ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ആളിനെ അവിടെ എത്തിക്കണം. അങ്ങ് റോമിൽ എത്തുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് പല കപ്പലുകൾ കയറി പല ദേശത്തൂടൊക്കെ വേണം അങ്ങ് ചെല്ലാനായിട്ട്. അപ്പൊ അതിന്റെ ആ ഒരു അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നവരെ തന്നെ വീണ്ടും ജയിലിൽ സൂക്ഷിച്ചിരിക്കുക. ആ സൂക്ഷിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അഗ്രിപ്പ രാജാവ് ഫെസ്തോസിനെ വന്ദനം ചെയ്യാനായിട്ട് വിസിറ്റ് ചെയ്യുന്നത്. പുതിയ ഗവർണറെ വിസിറ്റ് ചെയ്യുകയാണ് അവിടുത്തെ രാജാവ്. അന്ന് അഗ്രിപ്പാവ് വന്നു കഴിഞ്ഞപ്പോൾ അഗ്രിപ്പാവിനോട് ഫെസ്തോസ് പൗലോസിനെ കുറിച്ച് പറയുകയും പൗലോസിന്റെ വിസ്താരം അവിടെ ഒന്നുകൂടെ നടത്തുവാനായിട്ട് ഒരു പ്രപ്പോസൽ വയ്ക്കുകയും ചെയ്യുക. ആരാണ് ഈ അഗ്രിപ്പ എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളെ അഗ്രിപ്പ രാജാവിന്റെ ആ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു ഫാമിലി ട്രീ ഒന്ന് കാണിക്കാം. അവിടുത്തെ രാജാക്കന്മാരാണ്, അവിടുത്തെ രാജാവായിട്ട് ദൈവം ഗവർണർ, അതായത് റോമിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുക, റോമൻ കൈസർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന രാജാക്കന്മാരാ. ഇവരിൽ ആർക്കാണ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർക്കാ പവർ കൂടുതൽ. ഇദ്ദേഹം രാജാവാണോ ഇവിടുത്തെ? യെസ്, ഇദ്ദേഹം രാജാവാണ്.
പക്ഷെ എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ പവർ ഗവർണർക്കാണ്. അന്ന് ഹെറോദ് ദ ഗ്രേറ്റ് അല്ലെങ്കിൽ ഈ ഹെറോദ് അന്തിപ്പാസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് വിധിക്കുന്നത്. ആ സമയത്ത് പിലാത്തോസിന്റെ അടുക്കൽ പോകാൻ കാര്യം ഗവർണർ പിലാത്തോസിനെ മരണശിക്ഷ വിധിക്കാനായിട്ടുള്ള അധികാരമുള്ളൂ. അപ്പം ഇവരെ എന്തിനാണ് രാജാക്കന്മാരായിട്ട് വെച്ചേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ പാരമ്പര്യവും യഹൂദന്മാരുടെ ന്യായപ്രമാണവും അവരുടെ കസ്റ്റമും അവരുടെ കൾച്ചറും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരാൾ അവരെ വിധിക്കാനും അവരുടെ കാര്യങ്ങളിൽ ന്യായം വിധിക്കാനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗവർണർക്ക് ഭരണകാര്യങ്ങളിൽ വളരെ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ ഗവർണറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് കാലാകാലങ്ങളായിട്ട് BC മുതലേ, അതായത് ഏകദേശം BC 170 മുതലേ അപ്പോയിന്റ് ചെയ്തു വരുന്ന ഒരു രാജാവിന്റെ ഒരു ശ്രേണി, ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആ കെയർ ഓഫിലുള്ള പല രാജാക്കന്മാരുണ്ട്. അതിൽ കർത്താവ് ലോകത്തിൽ ജനിക്കുന്ന കാലം, യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്ന സമയത്തുണ്ടായിരുന്ന രാജാവായിരുന്നു ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്, ഹെറോദ രാജാവ്. ആ ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 4 മക്കളാ. അതിൽ അരിസ്റ്റോബുലോസ്, ആർക്കെലിയോസ്, ഹെറോദ് അന്തിപ്പാസ്, ഫിലിപ്പ് എന്ന് പറയുന്ന ഇവരെല്ലാം ഓരോരോ നാട്ടുരാജാക്കന്മാരായിട്ട് വാഴിച്ചിരിക്കുന്നവരാ. ഇതിൽ ഹെറോദ് ഫിലിപ്പിന്റെ ഭാര്യയാണ് പിന്നീട് ഹെറോദ് അന്തിപ്പാസ് ഭാര്യയായിട്ട് എടുക്കുന്നതും അതിനെതിരായിട്ട് സ്നാപക യോഹന്നാൻ അതിനെതിരായിട്ട് സംസാരിക്കുകയും ഈ ഹെരോദിയാസ് എന്ന് പറയുന്ന തന്റെ ഭാര്യയുടെ ഉണ്ടായിരുന്ന മകൾ അവൾ ചോദിച്ചതിന് പ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിക്കളയുകയൊക്കെ ചെയ്യുന്നത് ഈ ഹെറോദ് അന്തിപ്പാസിന്റെ കാലത്താണ്. ആ ഒരു ഹൈറാർക്കിയിലാണ് അവരുടെ മകനായിട്ടാണ് ഹെറോദ് അഗ്രിപ്പ എന്ന് പറയുന്ന 3ാമത്തെ രാജാവ് വരുന്നത്, ഹെറോദ് അഗ്രിപ്പ. ഇദ്ദേഹത്തിന്റെ കാലത്താണ് യാക്കോബിന്റെ തല വെട്ടിക്കളയുന്നത്. യാക്കോബ് അപ്പോസ്തലനെ കൊന്നു കളയുന്നത് ഈ ഹെറോദ് അഗ്രിപ്പ 1ാമന്റെ കാലത്താണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് ഹെറോദ് അഗ്രിപ്പ 2ാമൻ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഫെസ്തോസിന്റെ അടുക്കൽ വന്നിരിക്കുന്ന രാജാവ് ഹെറോദ് അഗ്രിപ്പ 2ാമൻ. ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഇവരുടെ എല്ലാം കുടുംബം നോക്കിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദേഴ്സിന്റെ ഭാര്യമാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ വിവാഹം ചെയ്തിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇവരുടെ ഇടയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ കാണുന്ന ഈ ദ്രുസില്ലയെ കണ്ടില്ലയോ? ഈ അഗ്രിപ്പ രാജാവിന്റെ അഗ്രിപ്പ 2ാമന്റെ സിസ്റ്ററാണ് ഈ ദ്രുസില്ല എന്ന് പറയുന്നത്. ഈ ദ്രുസില്ലയാണ് ഫെലിക്സ് അവിടുത്തെ ഗവർണർ വിവാഹം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ ബെർണീസിനെ കണ്ടില്ലേ? ബെർണീസ് ഇദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്. ഇവരുമായിട്ടാണ് ഇദ്ദേഹം കുടുംബം നടത്തുന്നത്. ഹെറോദ് അഗ്രിപ്പ 2ാമന്റെ ഭാര്യയായിട്ടാണ് ബെർണീസ് ഇരിക്കുന്നത്. ഇതാണ് ബെർണിക്ക എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത് അഗ്രിപ്പായും ബെർണിക്കായും കൂടെ പൗലോസിനെ വിസിറ്റ് ചെയ്തു, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ ജീവിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹെറോദ് ഗ്രേറ്റിന്റെ കാലം മുതൽ ഈ ഒരു അന്യായം, ഒരു വഴിപിഴച്ച കുടുംബ ജീവിതം ഇവരുടെ കുടുംബത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ ഇഡൂമിയൈറ്റ്സ് എന്ന് പറയുന്നത്, അതായത് യേശാവിന്റെ പാരമ്പര്യത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യഹൂദിയ കൾച്ചറും അവിടുത്തെ ന്യായപ്രമാണവും അവിടുത്തെ നിയമങ്ങളും ആരാധനാ രീതികളും അവിടുത്തെ ചട്ടങ്ങളും ഒക്കെ ഇവർക്ക് അറിയാം. നല്ല വെൽ വേഴ്സ്ഡ് ആണ് ആ കാര്യങ്ങളിൽ. അതുകൊണ്ട് പോൾ പറയുന്നത്, അഗ്രിപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേന്, അഗ്രിപ്പ രാജാവേ, നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് എന്റെ കാര്യം എനിക്ക് നിന്നോട് പറയുവാൻ വളരെ താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. കാര്യം ഇതിന്റെ ന്യായവും അന്യായവും എന്തോ ആണെന്ന് പെട്ടെന്ന് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുമല്ലോ. കാര്യം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് അഗ്രിപ്പ 2ാമൻ. അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഈ കാര്യം പ്രസന്റ് ചെയ്യുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് എന്നൊക്കെ പോൾ പറയുന്നതിന്റെ കാര്യം അതാണ്. ഇവിടെ അഗ്രിപ്പ രാജാവ് എത്തിയിരിക്കുകയാണ്. ഞാൻ അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല, നമ്മുടെ വാക്യത്തിലേക്ക് വരിക. 13ാമത്തെ വാക്യത്തിൽ, ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവ്, ഈ അഗ്രിപ്പ 2ാമനാണ്, ബെർണീക്ക, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് ഇപ്പോഴായിരിക്കുന്നത്, ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരിയിലെത്തി. കുറെ നാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ച് പറഞ്ഞു. ഇവര് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. വന്നിട്ട് കുറെ നാൾ അവിടെ പാർക്കും. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ എല്ലാ രീതിയിലുള്ള സദസ്സുകളും എൻജോയ് ചെയ്ത്, അവിടുത്തെ ദർബാറുകളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വളരെ ആഘോഷത്തോടു കൂടിയാണ് അവർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. കുറെ നാൾ അവിടെ പാർത്തു. ഫെസ്തോസ് പൗലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞു, ഫെലിക്സ് വിട്ടേച്ചു പോയ ഒരു തടവുകാരൻ ഇവിടെ ഉണ്ട്, അതാണ് പൗലോസ് അപ്പോസ്തലൻ. ഞാൻ യെരുശലേമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എന്റെ അടുക്കൽ വന്ന് അവന്റെ നേരെ അന്യായം ബോധിപ്പിച്ചു, വിധിക്ക് അപേക്ഷിച്ചു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫെസ്തോസ് അഗ്രിപ്പായോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ സംഭവിച്ചതെന്ന്.
എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട അന്യായത്തെക്കുറിച്ച് പ്രതിവാദിപ്പാൻ ഇടം കിട്ടും മുമ്പ് യാതൊരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമാക്കാർക്ക് മര്യാദയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു. എസ്പെഷ്യലി ഇവനൊരു റോമൻ പൗരനാ, അതുകൊണ്ട് കാര്യം വിസ്തരിച്ച് മനസ്സിലാക്കാതെ ആരെയും അങ്ങനെ വിട്ടുകൊടുക്കുവാൻ പറ്റത്തില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആകയാൽ അവർ ഇവിടെ വന്ന് കൂടിയാറ് ഞാൻ ഒട്ടും താമസിയാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിലിരുന്നു. ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ പോളിന്റെ വിസ്താരത്തിന് ഞാൻ അവസരം ഒതുക്കി. വാദികൾ അവന്റെ ചുറ്റും നിന്ന് ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെ കുറിച്ചും ചില തർക്ക സംഗതികളെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇതാണ് ഫെസ്തോസിന് യേശുവിനെ കുറിച്ചുള്ള അറിവ്. യേശു എന്ന് പറയുന്ന ഒരാൾ മരിച്ചുപോയ ഒരാളാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന ചില തർക്ക സംഗതികൾ, അതാണ് ഇവിടുത്തെ വിഷയം. ആ ഒരു വിഷയം കൊണ്ടുവരുന്നതല്ലാതെ ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായികയാൽ നിനക്ക് യെരുശലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. പോളിനോട് ഞാൻ അങ്ങനെ ചോദിച്ചു. കാര്യം ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ പരിജ്ഞാനമില്ല, അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുവാൻ എനിക്ക് പറ്റുന്നില്ല. ഇതാണ് ഒരു മെയിൻ റീസൺ അദ്ദേഹം ചോദിക്കാൻ കാര്യം. യെരുശലേമിലേക്ക് വരാമോ? ഞാൻ അവിടെ ജഡ്ജിയായിട്ടിരിക്കാം, ന്യായാധിപനായിട്ട് ഞാനിരിക്കാം, നിനക്ക് വരാൻ താല്പര്യമാണോ എന്ന് ചോദിച്ചു. അതിന് പോൾ സമ്മതിച്ചില്ല. സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണം എന്ന് അഭയം ചൊല്ലുകയാൽ കൈസരുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു. ആ മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്നവൻ പറഞ്ഞു. ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് വായിച്ചു വിടുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ടേക്ക് അവേ ഒന്നുമില്ല, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഇനി നമ്മൾ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഈ ചരിത്രം ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ ആ അഗ്രിപ്പ രാജാവ് പറയുക, എനിക്കും ആ മനുഷ്യന്റെ പ്രസംഗം കേൾക്കണമെന്ന് പറയുക. അതിന് ഫെസ്തോസ് പറഞ്ഞു, നമുക്ക് നാളെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം, നാളെ അവനെ വിളിച്ചിട്ട് നാളെ അവന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് അടുത്ത ദിവസം അവർ വന്നു ചേരുക. പിറ്റേന്ന് അഗ്രിപ്പാവ് ബെർണീക്കയുമായി, ബെർണീക്ക എന്ന് പറയുന്ന ബെർണീസ് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ, വളരെ ആഡംബരത്തോടെ വന്നു. സഹസ്രാധിപനോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറ് ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. പൗലോസ് കഴിഞ്ഞ 2 വർഷമായിട്ട് ജയിലിൽ കിടന്ന് പാടെ ഒരു വഴിയായി നിൽക്കുന്ന ഒരു തടവുകാരന്. അവിടെ വന്നിരിക്കുന്നത് ബെർണീക്കായും അഗ്രിപ്പ രാജാവും ഒക്കെ വളരെ ആഡംബരത്തോട് സഹസ്രാധിപകളും ഭയങ്കര എന്താ പറയുന്ന വലിയ പത്രാസോടുകൂടി അവർ വന്നിരിക്കുക. അതിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുവാനായിട്ട് പീഠത്തിൽ നിൽക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ദൈവത്തിന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ ആലോചനകളെ താൻ അവരോട് പ്രസ്താവിക്കുവാനായിട്ട് പോവുക. നമ്മുടെ കെട്ടിലോ മട്ടിലോ നമ്മുടെ ഭൗതികമായിട്ടുള്ള അപ്പിയറൻസിലോ ഒന്നുമല്ല വിഷയം. ഇന്ന് ഈ ബെർണീക്കായ ഒരുത്തർക്കും അറിയത്തില്ല. ഈ അഗ്രിപ്പ രാജാവിനെ തന്നെ ഞാൻ ചരിത്രമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായത് ഇദ്ദേഹം ആരാണെന്നുള്ളത്. ഇവിടെ ഹെരോദ രാജാവിനെ പോലും ആൾക്കാർക്ക് അറിയത്തില്ല. ഇത് നമ്മൾ ചരിത്രത്തിൽ കൂടെയൊക്കെ അങ്ങനെ തേടി പിടിച്ച് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാമെന്നുള്ളതല്ലാതെ. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ കണ്ടോ? ഇന്ന് ലോകം മുഴുവനും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ലോകം മുഴുവനും കോടിക്കണക്കിന് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുന്നവനെ ദൈവം മാനിക്കുക. ഇവിടെ കെട്ടോ മട്ടോ കോട്ടോ സൂട്ടോ ടൈയോ ഒന്നും ഉണ്ടോ എന്നുള്ളതല്ല വിഷയം. ദൈവ വചനത്തിനാണ് ഇവിടുത്തെ പവർ. ദൈവത്തിന്റെ വക്താവായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഗെറ്റപ്പും കാര്യങ്ങളൊന്നുമല്ല. പൗലോസ് അപ്പോസ്തലനെ അവിടെ നിർത്തിയിരിക്കുകയും തന്റെ മുമ്പിൽ അവര് കേൾക്കുവാനായിട്ട്, തന്നിൽ നിന്ന് ആലോചന കേൾക്കുവാനായിട്ട് ഒരു വലിയ ഗ്രൂപ്പ് വന്നു ചേർന്നിരിക്കുകയാണെന്ന് ഓർപ്പിച്ച് ഞാൻ അവിടെ നിന്ന് മാറുക. അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ, യഹൂദന്മാരുടെ സമൂഹമെല്ലാം യെരുശലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോട് വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ. അവൻ മരണയോഗ്യതമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ തന്നെയും ചക്രവർത്തി തിരുമനസിലെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അതായത് ഇവനെ ചക്രവർത്തി തിരുമനസിന്റെ അടുക്കിലേക്ക് അയക്കണമെന്ന് ഇവൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇവനെ അയക്കുക. ഇവൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അവൻ തന്നെ ചക്രവർത്തി തിരുമനസിലേക്ക്, കാര്യം ഫെസ്തോസ് ഇതിലൊരു തീരുമാനം ഉറപ്പിക്കത്തില്ല. ഫെസ്തോസിലുള്ള വിശ്വാസം പോളിന് നഷ്ടപ്പെട്ടു. കാര്യം യെരുശലേമിലേക്ക് വരാമോ എന്ന് ചോദിച്ചതിൽ നിന്ന് തന്നെ പോളിന് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പറയുക, ഞാൻ ചക്രവർത്തി തിരുമനസിനെ അഭയം ചൊല്ലുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വിടേണ്ടതായിട്ടിരിക്കുന്നു, അല്ല എന്നുണ്ടെങ്കിൽ അവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുക. കാണുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ദിവസങ്ങളോളമായിട്ട് ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുക.
അവനെ കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായത് ഒന്നുമില്ല. ഈ ഒരു കേസ് കെട്ട് ഞാൻ അങ്ങോട്ട് അയക്കണം, നീറോ ചക്രവർത്തിക്ക് അയക്കണം. അയക്കാൻ എനിക്ക് എഴുതാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നാമത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല. രണ്ടാമത് ഇത് അവിടം വരെ പോകേണ്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്താ ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ആൻസർ ഇല്ല. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അഗ്രിപ്പാവിന്റെ മുന്നിൽ കൂടെ ഒന്ന് വിസ്താരം നടത്താനായിട്ട് പറയുക. തടവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു. യുക്തമല്ല എന്ന് തോന്നുന്നല്ല, അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പിന്നീട് പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഉള്ള ഒരു കേസ് ഫയൽ ചെയ്ത് അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കപ്പൽ കടത്തി അങ്ങ് റോമിൽ കൊണ്ടുവന്നിരിക്കുന്നത്, എന്താണ് താങ്കൾക്ക് ഇത് കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റാത്തതെന്നുള്ള റീസൺ കാണിക്കണം. അതുകൊണ്ട് ഇവിടെ തടവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ വിധിക്കുവാനായിട്ട് തന്നെ ഏൽപ്പിക്കുകയാണ്. 25-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുക. 25-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭവാക്യം 27-5 അവസാന വാക്യത്തിലേക്ക് വന്ന് 25-ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് ഞാൻ അധിക നേരം അവിടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണ്. 26-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു പെട്ടെന്ന് അതിന്റെ ചുരുക്കം ഒന്ന് പറഞ്ഞിട്ട് 26-ാമത്തെ അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഞാനത് പറഞ്ഞു തീർക്കാം. ഇവിടെ പോള് പ്രതിവാദം ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കാണുന്നത്. പോളിന്റെ നേരെയുള്ള കുറ്റങ്ങൾ അത് പ്രതിവാദം ചെയ്യുക, പോളിന്റെ പ്രതിവാദം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പ്രഭാഷണം എന്ന് വേണമെങ്കിൽ പറയാം. 26-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 29 വരെ നോക്കിക്കഴിഞ്ഞാൽ പോള് തന്റെ കാര്യം ഒരു പ്രഭാഷണം മാതിരി, ഒരു പ്രസംഗം മാതിരി അവിടെ പറയാം. നമുക്കതങ്ങ് വായിച്ചു വിടാനുള്ളതേ ഉള്ളൂ. പൗലോസ് കൈനീട്ടി അങ്ങനെ പ്രതിവാദം ചെയ്യുക. അന്നൊക്കെയുള്ള എന്താ പറയുന്നത്, വാഗ്മികൾ അല്ലെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ് കൈ എടുത്ത് സംസാരിക്കുന്നത്. ഇവിടെ പോള് അവിടെ നിൽക്കുന്ന കൈ എടുത്ത് ആംഗ്യം കാട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത്രയ്ക്ക് ഉറപ്പോടാണ് താൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. തന്റെ കയ്യിൽ ചങ്ങലയില്ല, കൈ നീട്ടാൻ പാകത്തിന് ചങ്ങല അതിന് ശേഷമേ ഉള്ളൂ. അങ്ങനെ പോള് അവിടെ നിൽക്കുന്നതായിട്ടും തന്റെ വിസ്താരം അല്ലെങ്കിൽ ആ ഒരു പ്രഭാഷണം നടത്തുന്നതായിട്ടും കാണാം. 2 വർഷം തടവിലായിട്ടും തനിക്ക് ആ ധൈര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. 2-3 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സംബോധനയും ഒരു മുഖവരയുമാണ്. അതിനുശേഷം യഹൂദ മതത്തിലെ തന്റെ നേരത്തെയുള്ള ജീവിതത്തെക്കുറിച്ച് താൻ എടുത്തു പറയുന്നത് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മുമ്പ് താൻ എങ്ങനായിരുന്നു യഹൂദ മതാനുസാരിയായിട്ട് അല്ലെ മതപ്രകാരം താൻ ജീവിച്ചിരുന്നതെന്ന് പറയുന്നു. പിന്നീട് ക്രിസ്തു വിശ്വാസത്തിനെതിരായി താൻ തിരിഞ്ഞ ഒരു കാലഘട്ടം തനിക്കുണ്ട്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. അതിനുശേഷം മാനസാന്തരവും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിനായിട്ടുള്ള നിയമനവും ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ നിയമിക്കുന്നു. 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടം ആരംഭിക്കുന്നതിനെ കുറിച്ച് 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. പിന്നെ ഫെസ്തോസും അഗ്രിപ്പായും പോളും ചേർന്നുള്ളൊരു സംഭാഷണം മാതിരിയാണ് 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. അഗ്രിപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറയുവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈ നീട്ടി പ്രതിവാദിച്ചത് എന്തെന്നാൽ, കൈ നീട്ടി എന്ന് പറയുന്നത് കയ്യിൽ വിലങ്ങില്ല, ചങ്ങലയില്ല, അതുകൊണ്ട് കൈ എടുക്കാനും സംസാരിക്കാനും പറ്റുന്ന രീതിയിലാണ് താൻ ആ ഒരു പ്രതികൂട്ടിൽ നിൽക്കുന്നത് എന്നാണ്. അവിടെ ആംഗ്യം കാണിച്ച് പറയാം, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിവാദിപ്പാൻ ഇട വന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോട് കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ പോള് പറയുകയാണ്, അഗ്രിപ്പായെ കുറിച്ച് പറയുക. കാര്യം അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് ആകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. ഇത് ഫെസ്തോസിനോടോ ഫെലിക്സിനോടോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോട് കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്നെ, ഞാൻ എങ്ങനായിരുന്നു എന്നറിയാം. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായിട്ട് ജീവിച്ച് എന്ന് ഇവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്നെ കുറിച്ച്. ഇവർക്ക് വേണമെങ്കിൽ സാക്ഷ്യം പറയാം, പക്ഷെ അവരാരും പറയത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ യെരുശലേമിൽ ജനിച്ചില്ല, ഞാൻ പഠിച്ചു വളർന്നവനാണ്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് സാക്ഷ്യം പറയാം.
ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും, അതായത് അബ്രഹാമിന്റെ കാലം മുതൽ നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്നതും അവർക്ക് ലഭിച്ചതും, നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോട് ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവെ യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ഞാൻ യഹൂദ മതത്തിന് വിരോധമായിട്ടൊരു കാര്യങ്ങളും പറയുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ മുതലേ ആശിച്ചു വരുന്നതും വാഗ്ദത്ത പ്രകാരം ദൈവം നമുക്ക് തന്നിട്ടുള്ളതുമായിട്ടുള്ള പ്രത്യാശ, അതിനെക്കുറിച്ചാകുന്നു ഞാൻ ഇന്ന് വിസ്താരത്തിലായിരിക്കുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? ഇവിടെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ പോൾ പറയാൻ ആരംഭിക്കുക. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തത് മാതിരി തോന്നുന്നത്? വൈ ഷുഡ് ഇറ്റ് ബി തോട്ട് എ തിങ് ഇൻക്രെഡിബിൾ വിത്ത് യു ദാറ്റ് ഗോഡ് ഷുഡ് റൈസ് ദ ഡെഡ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ച് ആരംഭിക്കുക. നസറേനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം, ഞാനൊരു പരീശനാണ്. ഞാൻ ആത്മാവുണ്ടെന്നും പുനരുദ്ധാനമുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പരീശന. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന് തൻ്റെ ശിഷ്യന്മാർ പ്രസ്താവിക്കുമ്പോൾ ഞാൻ അവർക്ക് എതിരായിട്ടും യേശുവിന്റെ നാമത്തിന് വിരോധമായിട്ടും പലതും പ്രവർത്തിച്ചവനും പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചവനുമാണ്. അനേക കാര്യങ്ങൾ അതിനെതിരായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ യെരുശലേമിൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഹിസ്റ്ററി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഈ എഴുത്തുകാരൻ പോൾ ലൂക്കോസിന്റെ പർപ്പസ് ഇത് മുഴുവനും ചരിത്രം എഴുതുക എന്നുള്ളതല്ല, ഇവിടെ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പോൾ ഒത്തിരി അന്യായം ചെയ്തിട്ടുള്ള ആളാണ്. സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ മാത്രമല്ല, ഞാൻ യെരുശലേമിൽ അത് ചെയ്തിട്ടുണ്ട്. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചിട്ടുണ്ട്. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അന്ന് സന്നിധിൻ സംഘത്തിലൊക്കെ മേധാവിയായിട്ട് നിന്നിരുന്ന ഒരു കാലം തനിക്കുണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ണിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും, ഇവർ പള്ളികളിലാണ് കൂടി വരുന്നത്. ആ സിനദോസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ പള്ളി എന്ന് പറയുന്നത് സിനഗോഗാണ്. സിനദോസ് അല്ല, സിനഗോഗാണ്. ആൻഡ് ഐ പണിഷ് ദം ഓഫ് ഇൻ എവറി സിനഗോഗ്, ഓഫ്റ്റൻ ഇൻ എവറി സിനഗോഗ് എന്നാ പറയുന്നത്. അതായത് എല്ലാ അവരുടെ സിനഗോഗുകളിലും ഞാൻ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. കാര്യം ഇവരും അവിടെ തന്നെയാ കൂടി വരുന്നത്. ഇവർക്ക് വേറെ ആരാധനാലയമോ വേറെ സഭയോ സഭാഹോളോ പള്ളിയോ ഒന്നുമില്ല. ഇവരെല്ലാം അതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യഹൂദ വിശ്വാസികളാണ്. അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനങ്ങ് ശമരിയയിലും സിറിയയിലും കുപ്രോസിലും എവിടെ പോയിട്ടില്ലെന്ന് ചോദിച്ചാൽ മതി. അവിടം വരെ പോയി അവസാനം അങ്ങ് സിറിയയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദമസ്കോസിൽ വെച്ച് ദൈവം എന്നെ പിടിക്കുന്നത്. ഇങ്ങനെ ചെയ്തു വരികിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടി ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ, ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു 140 200 കിലോമീറ്ററിനടുത്ത് ദൂരത്തിലാണ് ദമസ്കോസ്. അത്രയും ദൂരം യാത്ര ചെയ്ത് പോവുക. എന്തിനാ? അവിടെ പോയിരിക്കുന്ന യഹൂദന്മാരെ അടിച്ച് പിടിച്ച് കെട്ടി തിരിച്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുക. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോട്, എന്തിനാ മഹാപുരോഹിതന്മാരുടെ അധികാരം? കാര്യം അവിടുത്തെ മഹാപുരോഹിതനെ കൊണ്ട് ആ ലെറ്റർ കാണിക്കണം. അപ്പൊ അവരിങ്ങ് പറഞ്ഞു വിടും അവിടെ നിന്ന് പിടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. അവിടെയും അവർ മഹാപുരോഹിതന്റെ കീഴിലും അവരുടെ പള്ളിയിലുമാണ് കൂടുന്നത്. അവിടെ വേറെ ആരാധനയൊന്നും അല്ല നടക്കുന്നത്. എല്ലാം യഹൂദന്മാർ തന്നെയാണ്. ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഒരു ചെറിയ പ്രകാശം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കർത്താവിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല. അത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതിനേക്കാട്ടിൽ ഭയങ്കരമാണ്. അനേക സൂര്യൻ ഉദിക്കുന്നതിന് തുല്യമാണ്. കർത്താവിന്റെ ആ ഒരു പ്രഭയാണ്. രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഇതുപോലെ അടുത്ത ഒരു പ്രകാശം സൂര്യൻ ഉദിക്കുന്നവരെ നമ്മൾ കാണാൻ പോവുക. അതാണ് നമ്മുടെ വീണ്ടെടുപ്പ് നാൾ എന്ന് പറയുന്നത്. അന്നാണ് നമ്മൾ വാനമേഘങ്ങളിൽ ചേർക്കപ്പെടാൻ പോവുക. കർത്താവ് നമ്മളെ ചേർക്കുവാൻ, ഇത് കൃപായുഗത്തിന്റെ ആരംഭം ഇവിടെ നടക്കുക. ഈ പർട്ടിക്കുലർ ടൈം, ഈ ദിവസം കൃപായുഗം ആരംഭിച്ചിരിക്കുക. അന്ന് മുതൽ കരുണാ കാലഘട്ടം എന്ന് പറയുന്നൊരു പീരീഡ് ആരംഭിച്ചിരിക്കുക. ഈ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു പ്രത്യക്ഷതയോടെ ഉണ്ടാകാൻ പോവുക. സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം ഹല്ലേലൂയ ആകാശത്തിൽ നമ്മൾ കാണാൻ പോവുക. അന്ന് കാഹളം ധ്വനിക്കാൻ പോവുക. നാം എല്ലാവരും ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരുത്തര് പോലും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ചേർക്കപ്പെടാൻ പോവുക. അങ്ങനെ ഒരു മഹാസുദിനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പോളും അത് തന്നെയാ പറയുന്നത്. സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും
എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഇവിടെ പോളിനോട് ദൈവം, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് സംസാരിക്കുക. ഇവിടെയൊക്കെ നിന്ന് അല്പം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ വിട്ടു പോവുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. കർത്താവ് ഇറങ്ങി വന്നിട്ട് പോളിനോട് ഡയറക്റ്റ് സംസാരിക്കുക, പറയുകയാണ് നീ ഉപദ്രവിക്കുന്ന. പോൾ കർത്താവിനെ ഉപദ്രവിച്ചിട്ടില്ല, യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ കർത്താവിന്റെ സഭയെ, അതായത് തന്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് ശക്തി പ്രാപിച്ചു പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സഭയെയാണ് പോൾ ഉപദ്രവിക്കുന്നത്, യേശുവിനെ അല്ല. ആ സഭയെ ഉപദ്രവിക്കുന്നതിനെ യേശുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമായിട്ടാണ് കർത്താവ് കാണുന്നത്. പറയുന്നത് കണ്ടില്ലയോ, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. ഹല്ലേലൂയ. ഈ കാലത്തിൽ ദൈവം ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇന്ന് കർത്താവിന്റെ കരുണാ കാലഘട്ടവും കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗവുമാണ് നാം. നമുക്കെതിരെ തിരിയുമ്പോൾ യേശു ക്രിസ്തുവിനെതിരെ തിരിയുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ വചനം എഴുതിയിരിക്കുന്നത് ദൈവവചനമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ സഭയെ ഉപദ്രവിക്കുന്നവനോട് പറയുകയാണ്. ഇതുപോലെ ഈ സത്യം മനസ്സിലാകാതെ ആരെങ്കിലും നമുക്കെതിരെ തിരിയുമ്പോൾ, നമുക്കെതിരെ ഭോഷ്ക് പറയുമ്പോൾ, നമുക്കെതിരെ എന്താ പറയുന്നത്, ഹെററ്റിക്സ് എന്നും ഹെരസി എന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, കർത്താവിന് നേരെ വിരൽ ചൂണ്ടുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. ഇവിടെ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. പോളിനോട് പറയാ, നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ദൈവം ഡയറക്റ്റ് പൗലോസ് അപ്പോസ്തലനെ ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യുക. കണ്ടില്ലയോ, നീ എഴുന്നേറ്റ് നിൽക്കുക. നീ എന്നെ കണ്ടതിനും, നീ ഇതിന് സാക്ഷ്യം പറയണം. നീ എന്നെ കണ്ടതിനും, ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുക. നീ എന്നെ കണ്ടതിനും, ഞാൻ ഇനി നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും പല ആവർത്തി ഞാൻ ഇനി നിനക്ക് പ്രത്യക്ഷനാവും. വെളിപ്പാടുകളുടെ ആധിക്യം, അനേക വെളിപ്പാടുകൾ ഞാൻ നിനക്ക് തരാൻ പോവുക. നിന്നെ ശുശ്രൂഷകനാക്കുക ഞാൻ, സാക്ഷിയും, എനിക്ക് സാക്ഷിയും, എന്നെ കണ്ടതിന് സാക്ഷിയാക്കുക ഞാൻ. അങ്ങനെ നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായിരിക്കുക. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഈ ജനമെന്ന് പറയുന്ന യഹൂദനെയാണ് ജനമെന്ന് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്നും ജാതികൾ, അതായത് മറ്റ് ജാതികൾ, മറ്റ് ജനങ്ങൾ, അവരുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. യഹൂദന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറയുക. അവർക്ക് പാപമോചനവും, ഇവർക്ക് രണ്ടു കൂട്ടർക്കും പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്, വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഇവർക്കെല്ലാവർക്കും അവകാശം ലഭിക്കേണ്ടതിന്, അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും, ഇരുട്ടിന്റെ അധികാരത്തിലായിരിക്കുക, അവരെ അതിൽ നിന്ന് വെളിച്ചത്തിലേക്കും, സാത്താന്റെ അധികാരത്തിൽ നിന്ന്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയാ സാത്താൻ, അവന്റെ അധികാരത്തിന് കീഴിൽ ഇവരുടെ കണ്ണ് മൂടിയിരിക്കുക. അവന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ച് അയക്കുക. പൗലോസ് അപ്പോസ്തലനെ 12 പേര് കൂടിയിരുന്ന് ചീട്ടിട്ട് തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൗൺസിൽ കൂടിയിട്ട് വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി നിയമിക്കല്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്ന് പറഞ്ഞ് പോയ കർത്താവ് രണ്ടാം വരവിന് മുൻപായിട്ട് ആ രണ്ടാം വരവ് ഇന്ററപ്റ്റ് ചെയ്ത് പോളിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുക. രാജാതിരാജാവായിട്ട് വരേണ്ടുന്ന കർത്താവ് ഇനിയും വരേണ്ടുന്നത് അങ്ങനെയാണ്. അതാണ് പറഞ്ഞിട്ട് പോയത്. എന്നാൽ അത് ഇന്ററപ്റ്റ് ചെയ്തിട്ട് ആ കാലഘട്ടങ്ങളിൽ തന്നെ പോളിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുക. പോളിനെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യുക. ഇതിനെയാ പറയുന്നത് കൃപായുഗം, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പുതിയ ദൈവിക പദ്ധതി, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുടെ ആരംഭം ഇവിടെ നടക്കുക. കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി വന്നിട്ട് പോളിനെ ആ വിഷയത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുക. ഹല്ലേലൂയ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്, അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവം അങ്ങനെ അയക്കുക. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ഇതാണ്. ദൈവം ഞങ്ങളോട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ശുശ്രൂഷയായത്. അതുകൊണ്ട് ഇവിടുത്തെ എന്ത് പ്രശ്നമുണ്ടായാലും, ഇനി ആകാശം ഇങ്ങ് ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും, ഉലകം തലകീഴായിട്ട് മറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഈ ദൈവിക ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ ഒരു ധൈര്യമാണ് ദൈവം ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. പച്ചയ്ക്ക് ക്രൂശിൽ തറയ്ക്കുമെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വിഷയം വിട്ടിട്ട് പോകത്തില്ല.
കാര്യം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നതും പിതാക്കന്മാർക്ക് ലഭിക്കാതെ അന്ന് വരെ സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ വ്യവസ്ഥ ദൈവം നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുക. ഇത് ഈ ഉലകത്തിൽ സമ്പാദ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ ശുശ്രൂഷ നിറപടിയോട് നിവർത്തിക്കുവാൻ, വിശ്വസ്തരായി നിൽക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുക. അപ്പോൾ ആ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഹല്ലേലൂയ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, ഹല്ലേലൂയ, എനിക്ക് നേരെ ഉലകം മുഴുവൻ തിരിഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ടാണ് തിരിയാതെ നിൽക്കുന്നത്? ഇവരെന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്നെ നീറോ ചക്രവർത്തിയുടെ അടുക്കിലേക്ക് അയക്കാൻ വിധിച്ചിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷത്തോട്ടിരിക്കുന്നത്? നീറോയേക്കാൾ വലിയവനെ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അതിന് അനുസരണക്കേട് കാണിക്കത്തില്ലെന്ന് പറയുക. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദിയ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിലെ തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇതിനുശേഷം ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇവിടെ ആരംഭിക്കുക. അന്ന് എന്നോട് പറഞ്ഞത് യഹൂദന്മാരോടും ജാതികളോടും രാജാക്കന്മാരോട് ഈ സുവിശേഷം അറിയിക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാജാക്കന്മാര്, ന്യായാധിപന്മാര്, നമുക്ക് ഇവിടെ തന്നെ അറിയാം, ലൂസിയാസിനോട് സുവിശേഷം പറയുക, ഫെലിക്സിനോട് സുവിശേഷം പറഞ്ഞു, ദ്രുസില്ല അവരോട് സുവിശേഷം പറഞ്ഞു, ഫെസ്തോസിനോട്, അഗ്രിപ്പാ രാജാവിനോട്, ബെർണിക്കായോട്, ഇനി പോകുമ്പോൾ ഇനി പണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിലിപ്പിയൻ ജയിലർ, അവിടുത്തെ റോമൻ സെഞ്ചുറിയനോട് സുവിശേഷം, സെർജിയോസ് പൗലോസിനോട്, സൈപ്രസിലായിരുന്ന കുപ്രോസിലെ ഗവർണറായിരുന്ന സെർജിയോസ് പൗലോസ്, ഈ രാജാക്കന്മാരോട് സുവിശേഷം അറിയിക്കാൻ. ഇപ്പോൾ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് യഹൂദന്മാരോടും ജാതികളോടും രാജാക്കന്മാരോടും ഒക്കെ സുവിശേഷം അറിയിക്കാൻ. എത്ര രാജാക്കന്മാരോടും എത്ര അധികാരികളോടുമാണ് പോൾ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് നോക്കി. ഇവിടെ റോമിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കൈസറുടെ അരമനയിൽ വരെയും ആരാധന ഉണ്ടാകുവാനും കൈസറോട് സുവിശേഷം അറിയിക്കുവാനും ഒക്കെ ദൈവം അവസരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. ഇത് നിമിത്തമാണ് യഹൂദന്മാർ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്. ഇവിടെ അടുത്ത വാക്യം, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. കർത്താവിനെ കരുതുന്നുകൊണ്ടും കർത്താവിന്റെ കരുണയാൽ ഞാൻ ഇന്നും നിലനിൽക്കുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പ്രതിവാദിക്കയിൽ ഫെസ്തോസ്, പൗലോസെ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. ഈ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ആക്ച്വലി ഫെസ്തോസിന് കഴിഞ്ഞില്ല. ഫെസ്തോസിന് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫെസ്തോസ് പറയാണ്, പൗലോസെ, നിനക്ക് ഭ്രാന്തുണ്ട്, നിനക്ക് വിദ്യാബഹുത്വത്താൽ കാര്യങ്ങൾ ഇത്രയും മാത്രം അറിയാവുന്നതുകൊണ്ട് ബുദ്ധി കൂടി നിനക്ക് തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുന്നു എന്ന് പറയുക. പൗലോസെ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു, ഒരുമാതിരി ആക്ഷേപിക്കുന്ന രീതിയിൽ. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. ഞാൻ വട്ടുതരമല്ല ഈ പറയുന്നത്, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു. കാര്യം അഗ്രിപ്പായ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അധികം വിസ്തരിക്കാതെ കാര്യങ്ങൾ ഡയറക്റ്റ് അവനോട് പറയുന്നത്. അവനിത് അറിയാം, അവൻ ഇതും ഒന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അഗ്രിപ്പായ്ക്ക് അറിയാം എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അത് ഒരു കോണിൽ നടന്നതല്ല, എവിടെയെങ്കിലും ഒരു കോണിൽ നടന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പിതാക്കന്മാർക്ക് മുതൽ നൂറ്റാണ്ടുകളായിട്ട് തലമുറകളായിട്ട് തലതല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ചായി പറയുന്നത്. അത് അഗ്രിപ്പായ്ക്ക് നല്ലവണ്ണം അറിയാം എന്ന് പറഞ്ഞപ്പോൾ അഗ്രിപ്പ പറയുകയാണ്, അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് ഉത്തരം കേൾക്കാനായിട്ട് നിന്നില്ല. ആ ഉത്തരം പോൾ തന്നെ അങ്ങ് പറയുക, എനിക്കറിയാം, നിനക്കറിയാമെന്ന്, വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ അഗ്രിപ്പ പറയുകയാണ് പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, അഗ്രിപ്പ രാജാവ് പറയാം, ഞാനും നിന്റെ കൂട്ട് ക്രിസ്ത്യാനിയായി തീരാൻ നീ അല്പം കൊണ്ട് എന്നെ സമ്മതിപ്പിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര ഭയങ്കര പ്രത്യാശയുടെ വാക്കാ പറയുന്നറിയാം. ഫെസ്തോസിന്റെയും അഗ്രിപ്പായുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഞാൻ നിന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുവല്ല, എന്റെ കൂട്ട് നിങ്ങളായിരുന്നെങ്കിൽ, എനിക്ക് മനസ്സിലായ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഈ രാജധാനിയും നിങ്ങളുടെ ഈ രാജപട്ടവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തീരുന്നതോട് ഇതെല്ലാം തീരും, പുഴുവിന് ഇരയായി പോകും നിങ്ങൾ. ഒരു നിത്യജീവനുണ്ട്,
നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ഒരു ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ സുവിശേഷമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ പോൾ പറയുക, ഈ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ സാഹചര്യവും ആ ഒരു സീനും മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അപ്പോൾ രാജാവും ദേശാധിപതിയും ബർണീക്കയും അവരോടുകൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യനെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. ഇത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു നിരപരാധിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഇദ്ദേഹത്തെ ആക്ച്വലി വെറുതെ വിടാം. ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർക്ക് ഇതിലൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കാര്യം അത്ര ക്ലീൻ ആയിട്ടൊരു കാര്യമാണ് പോൾ പറയുന്നത്. കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു. അതുകൊണ്ട് 26-ാമത്തെ അധ്യായം തീരുകയാണ്. ഇവിടെ കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തെ റോമിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിരിക്കുക, കൈസറുടെ അടുക്കൽ പോകണമെന്ന് അഭയം ചൊല്ലിയിരിക്കുക. അങ്ങനെ ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു. ഇതൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്നതാണ്. ആക്ച്വലി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഫെസ്തോസും ഇദ്ദേഹത്തെ യെരുശലേമിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ അവർക്കൊരു കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവർ, എന്നെ നിങ്ങളെയെല്ലാം ഇതുപോലെ ചിലപ്പോൾ പലയിടത്തും നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഞാനത് മുന്നിൽ കാണുന്നുണ്ട്. ഏത് സാഹചര്യം ഉണ്ടായാലും, ഏത് ജയിലിൽ തള്ളിയാലും, എന്ത് ചെയ്തു എന്ന് വിധിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു വിശ്വാസത്തോടെ നിൽക്കുവാൻ കർത്താവിന്റെ ഒരു വിശ്വസ്തൻ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിശ്വസ്തരെന്ന് പറയുന്ന അപ്പോഴാണ്. അല്ലാതെ നമ്മളെ ഗൾഫിൽ വിടുമ്പോഴോ അമേരിക്കയിൽ വിടുമ്പോഴോ മഞ്ഞു പെയ്യുന്ന നാട്ടിലേക്ക് അയക്കുമ്പോഴോ അല്ല നമ്മളിത് പറയേണ്ടത്. കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്ക് നേരെ വരുമ്പോൾ, ഇതുപോലുള്ള ചലഞ്ചിങ് സിറ്റുവേഷനിൽ നമ്മൾ അടയ്ക്കപ്പെടുമ്പോൾ കർത്താവിന് വേണ്ടി നെഞ്ചിന്നിട്ട് കാണിച്ചു നിൽക്കുവാൻ ദൈവം പ്രത്യേകം കൃപ പകരട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഇതിലൂടെ ഓർപ്പിക്കുകയാണ്. പൗലോസ് കടന്നു പോകുന്ന ഈ കഷ്ടങ്ങളിലൊക്കെ ദൈവം പകർന്നിരിക്കുന്ന കൃപയെ ദൈവം ധാരാളമായിട്ട് ഹല്ലേലൂയ നമ്മുടെ മേലും പകർന്നിരിക്കുന്നുണ്ട്. വിശ്വസ്തരായി നിൽക്കുവാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ 27-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ഞാൻ ഈ വിഷയത്തെ ഒരിക്കൽ കൂടി ഒന്ന് ടച്ച് ചെയ്തിട്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കത്തുള്ളൂ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് കരുതുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.